പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, ഇവിടെ വന്നിട്ട് എൻ്റെ കോൺഫിഡൻസ് മുഴുവൻ പോയിട്ടിരിക്കുകയാണ്. കാരണം എന്നേക്കാൾ പ്രായം കൊണ്ടും ജ്ഞാനം കൊണ്ടും ഒക്കെ മുതിർന്ന ആൾക്കാർ മുമ്പിൽ കേൾക്കാനും ഇവിടെ ഇരിക്കും. എല്ലാവരും ഞാൻ എൻ്റെ പ്രായം എൻ്റെ താഴെ ഒരു കുറച്ച് പേരുകൾ എനിക്ക് തോന്നുന്നു, ഒരു 5-6 പേരുണ്ടാവും അല്ലേ, ഏതാണ്ട്. അപ്പോൾ ആ ഒരു വലിയ കോംപ്ലക്സ്. പിന്നെ അധ്യക്ഷ പ്രസംഗം എക്സോസ്റ്റീവ് എന്ന് മലയാളത്തിൽ അതിന് വാക്കില്ല. എക്സോസ്റ്റീവായിട്ട് ഈ വിഷയത്തെ പറ്റി പ്രസംഗിച്ചു കഴിഞ്ഞു, എന്താണ് പഴുതടച്ച് പ്രസംഗിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പണ്ടത്തെ പഴഞ്ചൊല്ലി പറയും, സ്വതവേ ദുർബല എന്ന് പറഞ്ഞ പോലെ ഇനി എന്ത് പറയും പറയാൻ. അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എന്താ അപ്പം ഒരു കഥാപ്രസംഗം പോലെ പറയാനായിട്ട് ഒരു പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് ഈ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞാൽ വാഗ്മിയാണെന്നൊക്കെ. വാഗ്മിയൊന്നുമില്ല, കുറച്ച് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ അധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് കണക്ട് ചെയ്ത് തുടങ്ങാമെന്നിരിക്കുന്നു. അതായത് അദ്ദേഹം കോയമ്പത്തൂരിലൊക്കെ പോയി ഈ ആളുകൾ ബസ് സ്റ്റാൻഡിനെ പറ്റി തമിഴാണോ പറയുന്നത്, തമിഴ് വാക്കാണോ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു. ഞാൻ ഇതുപോലെ ഇവിടെ ഒന്ന് കയറി നിൽക്കാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ലെങ്കിലും ഇതിനെപ്പറ്റി തീവ്രമായിട്ട് ആലോചിച്ചു തുടങ്ങി. ഞാൻ 12 വർഷം ദുബായിൽ ജീവിച്ചു, ജോലി ചെയ്ത് ജീവിച്ചു. 12 വർഷം. ഒരുപാട് ലക്ഷക്കണക്കിന് മലയാളികൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും അധികം മലയാളികൾ ഗൾഫിലുള്ള സ്ഥലമാണ് തൃശ്ശൂർ. ഇവിടെ തൃശ്ശൂർക്കാരാരുമില്ല, എല്ലാവരും ശാസ്താംകോട്ടക്കാരും വൈക്കവും തൊടുപുഴയൊക്കെയാണ്. എന്നാലും കുറച്ച് പേരുള്ളൂ. എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ കുറച്ച് പേരുകൾ പറഞ്ഞ പോലെ ഒറിജിനൽ തൃശ്ശൂർക്കാർ, എന്താ പറയുക, ദേശീയവാദം, തനത് ദേശീയവാദം. അപ്പം ഞാൻ ദുബായിൽ ജീവിച്ചപ്പോൾ, അവിടെ ദുബായ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വളരെ ഏറ്റവും അധികം ലോകത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സൗകര്യങ്ങളും എല്ലാ ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം കൊണ്ടും വളരെ മോഡേൺ ആയിട്ടുള്ള സ്ഥലമാണ്. ആ ദുബായിൽ വെച്ച് നമ്മൾ കാണുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ, എല്ലാ കാറുകളുടെയും നമ്പർ പ്ലേറ്റുകളിൽ ആദ്യം അറബി അക്കങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനവിടെ കുറച്ച് കാലം ജീവിച്ച് കഴിഞ്ഞപ്പോൾ അത് അറബിക്ക് ഇംഗ്ലീഷ് പോയി. ഒരു നമ്പർ പ്ലേറ്റ് 2 മുറിഞ്ഞിട്ട് ഇടതുവശത്ത് അറബി അക്കവും വലതുവശത്ത് ഇംഗ്ലീഷ് അക്കവും വരും. നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്കമാണെന്ന് നമുക്കറിയാത്ത ഇംഗ്ലീഷ് അക്കം. നമ്മുടെ മലയാളം മരിച്ചു പോയതല്ല, നമ്മൾ മലയാളമൊക്കെയായിട്ടാണല്ലോ നമ്മുടെ അക്കങ്ങളെ കാണുന്നത്. അതുപോലെ അവിടുത്തെ ATMകളിൽ അറബി അക്കങ്ങളാണ്. അവിടെ നിന്ന് മേടിക്കുന്ന ലാപ്ടോപ്പുകളിലും അവിടെ നിന്ന് മേടിക്കുന്ന മൊബൈൽ ഫോണുകളിലൊക്കെ അറബി അക്കങ്ങളുണ്ടാവും. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഈ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ആരും പറയുന്നില്ല, അവിടുത്തെ പല കവികൾ മാത്രമേ ബസ് സ്റ്റാൻഡിൽ നിന്ന് തമിഴ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ചെറുപ്പക്കാർ പോലും ATMൽ ചെന്നാൽ അറബിക്കാണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് സംശയമൊന്നുമില്ല, കേരളത്തിൽ 100% പേര് ഇംഗ്ലീഷായിരിക്കും ഉപയോഗിക്കുന്നത് ATMൽ. മലയാള അക്കങ്ങളുമില്ല അവിടെ. ഈ അക്കങ്ങളും അറബിക്കിലാണ് ഇവരെല്ലാവരും ഉപയോഗിക്കുന്നതും. ഈ അറബിക് ATM എടുത്താണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇവരുപയോഗിക്കുന്ന വാക്കുകൾ, അതാണ് എന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ വാക്കുകളെ പറ്റി എനിക്ക് വേണം. അതുകൊണ്ടാണോ ഇവിടേക്ക് ഞാൻ എൻ്റെ എന്ത് പങ്ക്തിയൊക്കെ എഴുതി പോകുമ്പോഴും വാക്കുകളെ പറ്റി എപ്പോഴും എഴുതി പോകും, ഭാഷയെ പറ്റി എഴുതി പോകും. എൻ്റെ ഉച്ചാരണമൊക്കെ വളരെ മോശമാണ്, ക്ഷമിക്കുക. അപ്പോൾ ഇത് നേരിട്ട് അവിടെ നമ്മൾ കാണുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ ഉപയോഗിക്കുന്ന വാക്ക്, ഫോർ എക്സാമ്പിൾ നമ്മൾ മാനേജർ എന്ന് പറയുന്ന വാക്ക് അവരൊരിക്കലും ഉപയോഗിക്കില്ല. മാനേജർ എന്ന് പറഞ്ഞ വാക്ക്, മുദീർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ കാറിന് സിയാറ എന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മൊബൈൽ ഫോണിന് മുബാഷർ എന്ന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ചെറുപ്പക്കാർ പോലും ഒരു ബലം പ്രയോഗിക്കാതെ വളരെ ഓർഗാനിക്കായിട്ട്, വളരെ നൈസർഗികമായിട്ട്, വളരെ സ്വാഭാവികമായിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് ഈ അറബികൾ. അതുപോലെ എയർ കണ്ടീഷണറിനും ഫ്രിഡ്ജിനും 2 വാക്കുകൾ ഞാൻ മറന്നു. എവിടെ തല്ലാജ എന്നാണ് പറഞ്ഞത്. ഏതാ എൻ്റെ വാക്കാണെന്ന് ഞാൻ മറന്നു. ഇവിടെ ആരെങ്കിലും ദുബായിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. തല്ലാജ എന്ന് പറയുന്ന വാക്ക് എയർ കണ്ടീഷണറിനും റെഫ്രിജറേറ്ററിനും മഞ്ഞ് എന്ന വാക്കിൽ നിന്നുണ്ടായ, മഞ്ഞ് എന്ന ധാതുവിൽ നിന്നുണ്ടായ 2 വാക്കുകളാണ് എയർ കണ്ടീഷണറിനും റെഫ്രിജറേറ്ററിനും. അതെല്ലാവരും എല്ലാ വാക്കുകളും അവർ എല്ലാ ചെറുപ്പക്കാർ പോലും വളരെ നാച്ചുറലായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു യാതൊരു സംസ്കാരമില്ലാത്ത ആൾക്കാരെന്നൊക്കെ എനിക്ക് ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ക്യാമലിൽ നിന്ന് നേരിട്ട് കടലിലേക്ക് കയറിയ ആൾക്കാരാണെന്നൊക്കെയാണ് വലിയ സാഹിബ്മാരൊക്കെ അറബികളെ കളിയാക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാരും അവിടെ കൂലിപ്പണി എടുത്തുകൊണ്ട് തന്നെ അവരെ പുച്ഛിച്ചുകൊണ്ട് നടക്കും. അപ്പം അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു സാഹിത്യമോ സിനിമയോ ഒന്നും അവരെ വലിയ ചരിത്രപരമായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. അവരെ കൃതികൾ പോലും അറബി ഇസ്ലാമിന് മുമ്പുള്ള ഒരു വലിയ സംസ്കാരമാണ് അറബ് സംസ്കാരമെങ്കിലും നമ്മളുടെ ആധുനിക
ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇതുപോലെ അവർക്ക് പറയത്തക്ക അവരുടേതായ കാലഘട്ടത്തിലെ വലിയ സംഭാവനയൊന്നുമില്ല, ജനാധിപത്യമില്ല. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഈ ഭാഷയോടുള്ള അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണാനിടയായപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കാനിട വന്നത്. അങ്ങനെയാണ് എഴുതുമ്പോൾ ഇപ്പോൾ വിഭിനിവേശം എന്ന് പറയുന്ന ഒരു പങ്ക്തി എഴുതുമ്പോൾ പോലും ഇതുപോലെ എഴുതാൻ ഈ വിഷയത്തിലേക്ക് അറിയാതെ ഞാൻ ഇങ്ങനെ മാറിപ്പോകുന്നത് അവിടെ 12 വർഷം ജീവിച്ച ഒരു വ്യാഴവട്ടക്കാലം അല്ലെങ്കിൽ ഒരു ജീവപര്യന്തം കണ്ണൂർ, വിയൂർ, പൂജപ്പുര എന്നിവിടങ്ങളിലുള്ളതിനേക്കാൾ മലയാളികൾ ഉണ്ട് ഗൾഫിലെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂർ, വിയൂർ, പൂജപ്പുര എന്നിവിടങ്ങളിലുള്ളതിനേക്കാൾ മലയാളികളുള്ള സ്ഥലത്ത് ജീവിച്ചുകൊണ്ടാണ് ശരിക്കും അവിടെ നമ്മൾ അകന്നു നിന്ന് ഒരു 3000 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കടലിൻ്റെ അപ്പുറത്ത് ജീവിച്ചപ്പോഴാണ് ഈ മലയാള ഭാഷയോടുള്ള മലയാളത്തിന് സംഭവിക്കുമെന്നുള്ള ഒരു വലിയ ആങ്സ്റ്റ്, സന്ത്രാസം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. മലയാളത്തിൽ സന്ത്രാസം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നത് ആങ്സ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. മലയാളത്തിന് സംഭവിക്കും എന്നുള്ളതിൻ്റെ ആങ്സ്റ്റ് ഉണ്ടായത് ആ കാലത്താണ്. അങ്ങനെയാണ് ഞാൻ അറിയാതെ എഴുതി പോകുമ്പോഴും വേറെ ഇതിനെപ്പറ്റി എഴുതി പോകുമ്പോഴായാലും ബ്രാക്കറ്റിലൊക്കെ എഴുതി അറിയാതെ ഇതിനെപ്പറ്റി എഴുതി പോകും. വാക്കുകളെ പറ്റിയും അർത്ഥങ്ങളെ പറ്റിയും അതിൻ്റെ സുഖമായി പ്രസംഗിച്ച അതിൻ്റെ പല അടരുകളെയൊക്കെ പറ്റി നമുക്കറിയാവുന്ന തരത്തിൽ എഴുതാനുള്ള സന്ദർഭിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് നിൽക്കാൻ ഇടവന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരൻ പുറകിലിരിക്കുന്നു. എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട പാട്ടുകൾ ഹിമശൈല സൈകതമായാലും കുറുനിരയോ അങ്ങനെ ഒരുപാട് പാട്ടുകൾ അഞ്ജിത് സാറിനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വെച്ച് കണ്ടിരുന്നു. സാറിൻ്റെ മകൾ എൻ്റെ സുഹൃത്താണ്. അങ്ങനെ എല്ലാവരും ഗുരുസ്ഥാലികളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മാപ്പ് ചോദിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഞങ്ങളെ ഇപ്പോൾ ഇവിടെ ഞാനൊരു സാൻഡ്വിച്ച് ജനറേഷനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ സാറ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പിള്ളേർ പഠിപ്പിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ ഞാൻ സാറൊക്കെ ഏതാണ്ട് ഒരു ജനറേഷനാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊരു ഭാഗ്യം ചെയ്ത ജനറേഷനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞങ്ങളുടെ അഞ്ജിത് സാറിൻ്റെ തലമുറ, ഞങ്ങളുടെ അച്ഛൻ്റെ തലമുറയായിട്ട് വേണമെങ്കിൽ വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ 2 തലമുറയും ഞങ്ങളെ ചട്ടം പഠിപ്പിച്ചു. ഞങ്ങളെ ഭാഗ്യം ചെയ്ത തലമുറ, ഞങ്ങളെ അച്ഛനും അമ്മയും അമ്മമാരും സുഹൃത്തുക്കളും ആരും ഞങ്ങളെ ചട്ടം പഠിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ ചട്ടം പഠിപ്പിച്ചു. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പഠിപ്പിച്ചു. കുട്ടികൾ കല്യാണം കഴിച്ചാണോ എന്ന് ചോദിക്കാൻ പാടില്ല, തടിച്ചാണോ എന്ന് ചോദിക്കാൻ പാടില്ല, കറുത്താണോ എന്ന് ചോദിക്കാൻ പാടില്ല, കുട്ടികളുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഇതുവരെ പരിചയമില്ലാതിരുന്ന ഒരുപാട് വലിയ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഭാഷയുടെ പ്രയോഗങ്ങൾ മാത്രമല്ല. അങ്ങനെ ഒരു സാൻഡ്വിച്ച്ഡ് ആയിട്ടുള്ള തലമുറയായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ 60 വയസ്സായിരിക്കുക, ഡിസംബർ എനിക്ക് 60 വയസ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ തലമുറയെ ഒരു സാൻഡ്വിച്ച് 2 തലമുറയിൽ നിന്നും പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു തലമുറയായിട്ട് വിചാരിച്ചിരുന്നത് സന്തോഷത്തോടെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കഥാപ്രസംഗത്തിന് ഞാനൊരു പേര് ഇടാൻ വിചാരിച്ചിരുന്നു. ഇല്ലാത്ത വാക്കുകൾ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഇല്ലാത്ത വാക്കുകൾ, ഇല്ലാതായ വാക്കുകൾ, ഇല്ലത്തെ വാക്കുകൾ, അമ്മാത്ത വാക്കുകൾ എന്നാണ് ഇതിനൊരു ടൈറ്റിൽ ഇട്ടത്. ഇല്ലാത്ത വാക്കുകൾ, ഇല്ലാതായ വാക്കുകൾ, ഇല്ലത്തെ വാക്കുകൾ. ഇല്ലത്തെ വാക്കുകൾ നമ്മുടെ സ്വതവേ വാക്കുകൾ. അമ്മാത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്പൂരിയാർ വളരെ കർശനമായിട്ട് നമ്മുടെ കേരളത്തിലെ നമ്പൂതിരിമാരും മലയാള ബ്രാഹ്മണർ മക്കത്തായം അനുഷ്ഠിച്ചു വരുന്നവരാണ്. അപ്പോൾ അവർ അമ്മാത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ പോലെ തന്നെ ഇത്തിരി അകൽച്ചോടുകൂടി കാണുന്നവരാണ്. അപ്പോൾ എവിടെ അമ്മാത്തെന്ന് വെച്ചാൽ ഭയങ്കര ഇപ്പോൾ ചോദ്യങ്ങളെ പറ്റി പല ട്യൂണിൽ ചോദിക്കുമ്പോൾ പല അർത്ഥമാണെന്ന് പറഞ്ഞ പോലെ നമ്പൂതിരിമാർ പരസ്പരം എവിടെ അമ്മാത്തെന്ന് വെച്ചാൽ കളിയാക്കി ചോദിക്കണം. നിങ്ങൾ അതിന് മോശമാണെന്ന് എനിക്ക് ചോദിക്കുന്നതാണ് എവിടെ അമ്മാത്തെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്പൂരിമാരായിട്ട് ഇടപഴകിയുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ എവിടെ അമ്മാത്തെന്ന് വെച്ചാൽ അമ്മയുടെ ഇവിടെ എവിടെയെന്നല്ല, ഇന്നും ആള് മണ്ടനാണുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് അമ്മാത്ത വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുച്ഛിക്കുന്ന ഒരു കൂട്ടം വാക്കുകൾ, അവരുടേതായിട്ടുള്ള വാക്കുകൾ, വേറൊരു ലോകത്തെ വാക്കുകൾ, മറ്റു ഭാഷയിലെ വാക്കുകളൊക്കെയാണ് ഞാൻ അമ്മാത്ത വാക്കുകളായിട്ട്. കാരണം അമ്മയ്ക്ക് പ്രാധാന്യം പറഞ്ഞ അമ്മാത്ത എന്ന് പറയുമ്പോൾ ഒരു കുറഞ്ഞതായിട്ട് പറയുന്ന ഒരു സംസ്കൃതിയിൽ നിന്ന് വന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത് ടൈറ്റിൽ ഉണ്ടാക്കിയത്. ഇത് ഒരു മാരാരുടെ ഒരു പുസ്തകത്തിൻ്റെ കവറുണ്ടായിരുന്നു ഈ സ്ലൈഡിൽ. അത് എനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല. ഇങ്ങു നിന്ന് അങ്ങോളം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സ്കാൻ ചെയ്ത് വെച്ചിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്ന സിനിമയുടെ 2 പോപ്സ് ഉണ്ട്. നിങ്ങളാരെങ്കിലും കാണാത്ത ആൾക്കാരാണെങ്കിൽ കാണണം. നെറ്റ്ഫ്ലിക്സിലുണ്ട് 2 പോപ്സ് എന്ന് പറഞ്ഞാൽ 2 പോപ്പുമാർ. പോപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. പോപ്പ് ഒരാളല്ലേ ഉണ്ടാവുള്ളൂ, മാർപ്പാപ്പ. പക്ഷെ ഇത് 2 പോപ്പുമാർ എന്നാണ് സിനിമയുടെ പേര്. ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്ത് ഫ്രാൻസിസിനെയും ബെനഡിക്റ്റിനെയും, ഫ്രാൻസിസ് പാപ്പയെയും ബെനഡിക്റ്റ് മാർപ്പാപ്പയെയും പറ്റിയിട്ടുള്ള അതിഗംഭീരമായ സിനിമയാണ്. എന്താ ഹോപ്കിൻസ്, ആന്റണി ഹോപ്കിൻസും മറ്റേ നടൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഫ്രാൻസിസ് പാപ്പയായിട്ട് അഭിനയിക്കുന്ന നടൻ്റെ പേര് മറന്നുപോയി. ബെനഡിക്റ്റ് പാപ്പയായിട്ട് അഭിനയിക്കുന്നതാണ് ആന്റണി ഹോപ്കിൻസ്. അതിഗംഭീര സിനിമ. അപ്പോൾ അതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇപ്പോഴത്തെ ഈ അർജന്റീനക്കാരനായ മാർപ്പാപ്പ പറയുന്ന ഒരു വലിയ ഡയലോഗ്, ട്രൂത്ത് ഈസ് വൈറ്റൽ ബട്ട് വിതൗട്ട് ലവ് ഇറ്റ് ഈസ് അൺബെയറബിൾ. ട്രൂത്ത് ഈസ് വൈറ്റൽ ബട്ട് വിതൗട്ട് ലവ് ഇറ്റ് ഈസ് അൺബെയറബിൾ. അത് പൗലോസ് കൊരിന്ത്യർക്ക് അയച്ച ലേഖനത്തിലുണ്ട്. നിങ്ങൾ ദൈവദൂതന്മാരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും നിങ്ങൾ സ്നേഹമില്ലാതെ പോയാൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയെന്ന് പൗലോസ് കൊരിന്ത്യർക്ക് അയച്ച 2ാമത്തെ ലേഖനത്തിലാണ് നമ്മൾ പറയുന്നത്.
അപ്പോൾ ഈ ഇന്ന് നിന്ന് കുട്ടിക്കൃഷ്ണമാരാരുടെ പുസ്തകങ്ങൾ നിങ്ങൾ നോക്കി, കുട്ടിക്കൃഷ്ണമാരാരെന്ന് സാറ് വളരെ കറക്റ്റായിട്ട് ഉച്ചരിച്ചു, കുട്ടിക്കൃഷ്ണമാരാർ ഡബിൾ ഇക്കാ വെച്ച് പറഞ്ഞു. പക്ഷേ കുട്ടിക്കൃഷ്ണമാരാരുടെ പുസ്തകങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കണം, കുട്ടിക്കൃഷ്ണമാരാരെന്നാണ് ചാട്ടയിൽ അടിച്ചേക്കണം. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുട്ടിക്കൃഷ്ണമാരാരെന്നാണ് എഴുതിയേക്കണം. കുട്ടിക്കൃഷ്ണൻ ഇക്കാക്കി ഇരട്ടിപ്പില്ല. അപ്പോൾ ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്, നമുക്കറിയാം. മാതൃഭൂമിയിലെ പ്രൂഫ് റീഡറായിരുന്നു. മലയാളം കണ്ടിട്ടുള്ള എക്കാലത്തെയും വലിയ പണ്ഡിതനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു കാലം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പുസ്തകം ബാലപരിഗണന സമർപ്പിച്ചേക്കുന്നത് വിദുഷിയായിരുന്ന പേർത്തും എനിക്ക് കഥ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ വിദുഷിയായിരുന്ന എൻ്റെ അമ്മയ്ക്ക് നിന്നാണ്. ഈ വിദുഷിയായിരുന്ന അമ്മയാണ് ഇങ്ങനെ തെറ്റിച്ച് വിളിച്ചത് ഒഡീഷാന്ന്. അപ്പോൾ ആ പുള്ളി അമ്മയുടെ സ്നേഹത്തെക്കാളും വലിയ ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് പാണ്ഡിത്യം വരെ ഏടിയേറിയിരുന്ന മെപ്പത്തൂരിൻ്റെ വിഭക്തിയെക്കാളിക ഉദാഹരണത്തിൻ്റെ ഭക്തിയാണ് നിൽക്കുന്നത് പറഞ്ഞാൽ അമ്മ തെറ്റോടെ വിളിച്ചിരുന്ന വാക്കാണ് വലിയ പണ്ഡിതനായിരുന്ന ഒരു മനുഷ്യൻ പുസ്തകത്തിൻ്റെ ചട്ടയുടെ മുകളിൽ അടിച്ചിരുന്നത്. ഒഡീഷമാരായിരുന്നു. അത് പറയാൻ തന്നെ എനിക്ക് നാണോ സത്യം പറഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്. കാരണം നമ്മളൊക്കെ ഈ വ്യാജ വിജ്ഞാനത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട്. പക്ഷേ ആ സ്നേഹം മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഷയെ പറ്റിയുള്ള ചർച്ച വരുമ്പോൾ ഇപ്പം എൻ്റെ ഇതുപോലെ തന്നെ ഈ പറയേണ്ടത് എൻ്റെ ഉച്ചാരണം മുഴുവൻ തെറ്റായിരിക്കും. കാരണം ഞാൻ ആശാമ്പള്ളിക്കൂടത്തിൽ പോയിട്ട് തെക്കരൊക്കെ ആശാമ്പള്ളിക്കൂടത്തിൽ പോകും. നിങ്ങളൊക്കെ ചാത്തൻകോട്ടക്കാരൊക്കെ ആശാമ്പള്ളിക്കൂടത്തിൽ പോകും. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ചേർന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ നേരെ 1ാം ക്ലാസ്സിലാണ് പോയത്. അവർക്ക് ആധികനായിരുന്നു എൻ്റെ ഭാഷ. പേര് പറയുന്നില്ല, മോശം. അപ്പം അങ്ങനെ തന്നെ കായ്ക്കാന്നാണ് പഠിച്ചത്. കായ്ക്കാന്നാണ് പഠിച്ചത്. അപ്പോൾ കായ്ക്കാൻ്റെ ബിരിയാണി ചുറ്റാലത്ത് എറണാകുളത്ത് വെച്ച് കണ്ടപ്പോഴാണ് കായ്ക്കാന്നാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പൊട്ടൻ ഉച്ചാരണമേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ വലിയ ശ്ലോകങ്ങൾ എനിക്ക് 10,000 ശ്ലോകങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റി യുക്വസ്റ്റിന് ശ്ലോകം ചെല്ലാൻ പോയിട്ട് ഭൂരിപൂക്കൾ വിടരുന്ന പൊയ്കയെന്നൊക്കെ ചൊല്ലും. ഇപ്പോഴും നാച്ചുറലായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങനെ വരുള്ളൂ. ഞാൻ കോൺഷ്യസ് ആയിട്ട് എഫർട്ട് എടുത്ത് പറയുമ്പോൾ മാത്രമേ എനിക്ക് മേലേക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഗുരുനാഥനെ ഓർക്കണം 1ാം ക്ലാസ്സിൽ. പേര് പറയുന്നില്ല, കായ്ക്കാന്നാണ് പഠിപ്പിച്ച മാഷ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അപ്പം അതുകൂടി അത് എന്നെ നിങ്ങളങ്ങനെ മാരാര് അമ്മയുടെ വിളിപ്പേര് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇട്ട പോലെ എൻ്റെ കുറവുകൾ. കാരണം ഭാഷാ ചർച്ചകളാകുമ്പോൾ എപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രായമുള്ളവർക്കൊക്കെ കൂടുതൽ അതിൻ്റെ ഒരു ഗ്രഡ്ജ് കൂടും. ഇപ്പോൾ തന്നെ നമ്മൾ ഈയിടെയായിട്ട് ഞാൻ എവിടെയും വ്യത്യസ്തത എന്നുള്ളത് ശരിക്കും ആരും എഴുതി കണ്ടിട്ടില്ല. ഈ ഫേസ്ബുക്ക് എന്താ പറയുക, നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വ്യത്യസ്തമുള്ള തെറ്റിച്ചാണ് 100% ഒരാൾ പോലും അടുത്ത കാലത്ത് വലിയ എഴുത്തുകാർ പോലും ശരിയായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കുടികൃഷ്ണമാരാരെന്നുള്ളത് ആ ഒരു ഓർമ്മയിൽ അത് ക്ഷമിക്കുക എന്നുള്ള പറയാനുള്ളൂ. കാരണം ഈ ചർച്ച ഭാഷാ ചർച്ച നമുക്ക് ഒരു വളരെ ഇതുപോലെ ഇപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് നടക്കുന്നു പറഞ്ഞു. 252 ശനിയാഴ്ചകളിൽ എത്രയോ എണ്ണം ഇതുപോലെയുള്ള ഭാഷയുടെ അപ്പോൾ ഈ ഭാഷയുടെ മൂന്നാമത്തെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ഇതിലെ കേൾവിക്കാർ എന്നെക്കാൾ പാണ്ഡിത്യവും വിവരവും പ്രായവും ഉള്ളവർ ഇരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനിയിലും ഞങ്ങളെപ്പോലൊരു പുതിയ തലമുറയൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ എൻ്റെയൊക്കെ അടുത്ത തലമുറ കുറച്ചും കൂടി മോശമായിരിക്കും ഉച്ചാരണമൊക്കെ. കേൾക്കുമ്പോൾ കുറേ കൂടി ഈ മാരാരി മനഃപൂർവ്വം വരുത്തിയ തെറ്റിൻ്റെ പിഞ്ച് ഓഫ് സ്നേഹത്തോടു കൂടി കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഭാഷാ ചർച്ചകളും. കാരണം നമ്മുടെ മലയാളം അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പ്രശ്നം. നമ്മളുടെ ഒരു ഭാഷയുടെ ഒരു ഇനി എങ്ങോട്ട് മലയാളം എങ്ങോട്ടെന്നായിരുന്നു മലയാളത്തിൻ്റെ ഭാവി എന്നാണ് ഞാൻ ഫയലിൻ്റെ പേരിട്ടത്. മലയാളത്തിൻ്റെ ഭാവി, ഒരു ഭാഷയുടെ ഭാവി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അത് സ്ക്രിപ്റ്റ്, അതിൻ്റെ വേർഡ്സ്, അതിൻ്റെ ഇഡിയംസ്, അതിൻ്റെ സിൻടാക്സ് ആൻഡ് ഗ്രാമർ, അതിൻ്റെ പങ്ക്ച്വേഷൻ. ഇപ്പം വളരെ അടുത്ത കാലത്ത് വൈക്കത്തുകാരനായ വൈക്കം മധുവിൻ്റെ അധികം പേര് പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇടയാളം എന്ന് പറയുന്നത് മനോരമയാണ് അത് പബ്ലിഷ് ചെയ്തത്. വലിയൊരു ബുക്ക്, ധാരാളം ചിത്രങ്ങളൊക്കെ കൂടി പങ്ക്ച്വേഷൻസിനെ പറ്റി, ചിഹ്നങ്ങളെ പറ്റിയുള്ള ബുക്ക്. ചിഹ്നങ്ങളെ പറ്റി മലയാളത്തിലുള്ള ആദ്യത്തെ പുസ്തകം. എനിക്ക് തോന്നുന്നത് ലോക ഭാഷകളിൽ തന്നെയുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ഇടയാളം വലിയ പുസ്തകം. ഇടയാളം വലിയ മനോരമയാണ് അതിൻ്റെ പബ്ലിഷ്, അതിഗംഭീര പുസ്തകം. പക്ഷേ അതിൻ്റെ ലാംഗ്വേജിനോടൊക്കെ എനിക്ക് വിയോജിപ്പെട്ടു. കാരണം കുറച്ചൊരു പഴയ ലാംഗ്വേജാണ്. അതായത് സക്കറിയുടെ പോലെ നേരെ പോ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് അല്ല. നമ്മൾ നല്ല പ്രോസ് വായിക്കണം. കെ ഭാസ്കരൻ നായരുടെ പ്രോസാണ് ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന പ്രോസ്, കെ ഭാസ്കരൻ നായർ. അതുപോലെ സക്കറിയുടെ നമ്മൾ നന്നായിട്ട് പ്രോസ് ആയിട്ട് ഒരാളാക്കേണ്ട അങ്ങനത്തെ ഒരു മാതൃകാപരമായ പ്രോസ് ആയിട്ട് തോന്നില്ല. പക്ഷെ കൈകാര്യം ചെയ്യുന്ന വിഷയവും ഇതിൻ്റെ ചിത്രങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഭാഷാ ചർച്ച നമുക്ക് പുതിയ വാക്കുകളും പഴയ വാക്കുകളും മാത്രമായിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ ചിന്തകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് ഞാൻ നമ്മുടെ മലയാളത്തിലെ ക്യാരക്ടറിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർനെറ്റിൽ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു.
200 ക്യാരക്ടേഴ്സ് ഉണ്ട് മലയാളത്തിൽ. 51 അക്ഷരാളി കരുതനൊക്കെയാണ് ശ്ലോകം തുടങ്ങുന്നതെങ്കിലും നിർഭാഗ്യവശാൽ 200-ഓളം, 200 കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. നമ്മുടെ വാക്കിംഗ് സ്റ്റിക്കുള്ള ഒരേ ഒരു ഭാഷയാണ് നമ്മൾ പറയുന്നത്. ഒരു വാക്കിംഗ് സ്റ്റിക്ക് പണ്ടേ ഭാഷയ്ക്ക് ഒരു ചലഞ്ച് വരുന്ന നേരത്തെ അതുപോലെ ചന്ദ്രക്കല, ഞാനിഷ്ടം ആരംഭിച്ചൊക്കെ എന്നൊക്കെ പറഞ്ഞ് 200-ലധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊരു വലിയ ശക്തിയായിട്ടാണ് പൊതുവെ പഴയ തലമുറപ്പെട്ടവരൊക്കെ പ്രസംഗിച്ചൊക്കെ. ഞങ്ങൾക്ക് വേണുഗോപാൽ സാർ അതിഗംഭീരമായിട്ടുള്ള പ്രസംഗത്തിൽ ഞാൻ പെരുവനത്ത് വെച്ച് എം വി കൃഷ്ണവാര്യരുടെ തറവാട്ടിന് വീട്ടിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടു. അദ്ദേഹത്തിന് പോയി ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം മരിച്ചു. ഗംഭീരമായിട്ടൊരു പണ്ഡിതൻ എനിക്കറിയത്. അപ്പോൾ നമ്മൾ 200-ലധികം ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഭാഷയിൽ. അതാണ് നമ്മുടെ ഭാഷയെ പറ്റി എന്ത് ആലോചിക്കുമ്പോഴുള്ള ഒരു വലിയ ശക്തിയും പരിമിതിയായിട്ടും കൂടിയാണ് എനിക്ക് തോന്നുന്നത്. പരിമിതിയായിട്ടും കൂടിയാണ് തോന്നുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ശക്തികൾ പറഞ്ഞ് ഒരു 26 വർഷം കൊണ്ടാണ് അവർ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇത് 200 വാക്കുകളുണ്ടായിട്ടും നമുക്കിത് അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം ഭാഷയെ പറ്റിയുള്ള ചർച്ചയെ പറ്റി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഭാഷ ഒരു വെറും സിവിലൈസേഷൻ്റെ ഭാഗമായ ഒരു ഉൽപ്പന്നമാണോ എന്നൊരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കും. ഉറപ്പായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഈ ഒരു വാചകം, തിളങ്ങുന്നൊരു വാചകം ഞാൻ ഡൽഹിയിലെ അമേരിക്കൻ സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് വായിച്ച ഗോദാർദിൻ്റെ ന്യൂസ് വീക്കിൽ വന്ന ഗോദാർദ് എന്ന് പറയുന്ന ഒരു വലിയ ഫ്രഞ്ച് ഫിലിം മേക്കറുണ്ട്. അദ്ദേഹത്തിൻ്റെ ബ്രത്ത്ലെസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു അനുകരണമാണ് നമ്മൾ കണ്ട എന്താണ് ഈ ആഷിഖ് കപൂറിൻ്റെ മായാനദി എന്ന് പറയുന്ന മനോഹരമായ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഗോദാർദിൻ്റെ ഒരു ബ്രത്ത്ലെസ് എന്ന് പറയുന്ന ഗംഭീര സിനിമയുടെ അതിഗംഭീരമായ എനിക്കോടെ ഒറിജിനലിനേക്കാളും മനോഹരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു ഈ നമ്മുടെ ഈ ആഷിഖ് കപൂറിൻ്റെ സിനിമ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സിവിലൈസേഷൻ ഇസ് എ പ്രൊഡക്റ്റ്, ആർട്ട് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സിവിലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ ആദ്യത്തെ വാചകം മാത്രം എടുക്കുകയാണ്. സിവിലൈസേഷൻ ഈസ് എ പ്രൊഡക്റ്റ്. നമ്മളുടെ ഈ ഭാഷ എന്ന് പറയുന്നത് സിവിലൈസേഷൻ്റെ ഭാഗമാണ്. സിവിലൈസേഷൻ ഈസ് എ പ്രൊഡക്റ്റാണ്. ഭാഷ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അതിൻ്റെ പരിഷ്കരണത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർ ബലം പിടിക്കുന്നത്, കാരണവന്മാരെ എതിർക്കുന്നത്, ശുദ്ധവാദങ്ങൾ നിരത്തുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം സിവിലൈസേഷൻ ഈസ് എ പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റാണ് ഇത്. കാരണം എല്ലാം കല മാത്രമാണ് പ്രൊഡക്റ്റ് അല്ലാത്തത്. കല നൈസർഗികമായിട്ട് വരുന്ന എന്തോ ഒരു മാജിക്കൽ സാധനമാണ് കല എന്ന് പറയുന്നത്. പക്ഷേ ഭാഷ എന്ന് പറയുന്നത് ഈ സിവിലൈസേഷൻ്റെ ഭാഗമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കലയുടെ അംശമുണ്ട് ഉറപ്പായി ഭാഷയിൽ. എങ്കിലും ഇത് പറയാതെ ഇപ്പോൾ മലയാളം മാത്രമല്ല ലോകത്തിലെ എല്ലാ ഭാഷകളും വലിയ തോതിൽ ഇവോൾവ് ചെയ്യുന്ന ഒരു സമയമാണ്. ഒരു നാൽക്കവലയിൽ ഭയങ്കരമായ ഇതുവരെ ഒരു ഭാഷയും ഇതുവരെ ഒരു മനുഷ്യരും ചെന്ന് നിന്നിട്ടില്ലാത്ത ഒരു ജംഗ്ഷനിലാണ് ഭാഷകളും മനുഷ്യരും ഇപ്പോൾ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യ ജീവിതം ഇപ്പോൾ വലിയ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 25 വർഷത്തെ മാറ്റം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മാറ്റം കെ ജി ശങ്കരപ്പിള്ളയായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മലയാള മനോരമയുടെ വരാൻ്റെ പതിപ്പിന് വേണ്ടി ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ കെ ജി ശങ്കരപ്പിള്ള പറഞ്ഞത് കഴിഞ്ഞ 25 വർഷത്തെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണെന്ന് തോന്നുന്നത്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറച്ചിക്കോഴിയാണ്. ഈ കഴിഞ്ഞ 25 വർഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇറച്ചിക്കോഴിയാണ്. മനുഷ്യരൊക്കെ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ, നമ്മളൊന്നും ചെറുപ്പത്തിൽ പ്രോട്ടീൻ കഴിച്ചിട്ടുള്ള ആൾക്കാരല്ല. അത് ഒരു പൂവൻകോഴി ഉണ്ടാവും ഒരു വീട്ടിൽ. അതിന് മൂത്ത് മരിച്ച് ഒരു 4 കിലോ ആകുമ്പോൾ അതിനെ കുറേ പച്ചക്കായും ഉരുളക്കായും കിട്ടി നീട്ടി വെക്കും. വീട്ടിലെല്ലാവരും കൂടി അതിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ കിട്ടി നിർത്തി. ഇപ്പം അങ്ങനെയല്ല, അതൊരു വലിയ റെവല്യൂഷനായി. ആ അൽഫാം, ആ ആമസോൺ എന്ന് നമ്മൾ കുട്ടികളെ അക്ഷരമാല പഠിപ്പിക്കേണ്ട ഒരു ലെവലിലേക്ക് നമ്മൾ ഈ സീരിയസ് ആയിട്ട് എത്തി എന്നുള്ള സംഭവം. അപ്പം അങ്ങനെ ഞാനത് അങ്ങനെ ഇത് ഗ്ലോബലി ഒരു വലിയ ഫിനോമിനലാണ്. എക്കണോമിക്സ് മാസികയൊക്കെ ആഗോള കോഴി സംഖ്യയുടെ കണക്കൊക്കെ കിട്ടും. നമ്മൾ ഗൂഗിൾ ചെയ്താൽ മതി, പോപ്പുലേഷൻ ചിക്കൻ പോപ്പുലേഷൻ ഗൂഗിൾ ചെയ്താൽ ഞാൻ ആഗോള കോഴി സംഖ്യ കിട്ടും. കേരളത്തിലൊക്കെ ഒരു ദിവസം എത്രയോ ലക്ഷം കോഴിയാണ് നമ്മൾ ശാപ്പെടുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ അതില്ലാതെ ആഴ്ചയിൽ 7 ദിവസവും കോഴി വേണമെന്നുള്ളൊരു ചെറിയ കുട്ടികൾ പ്രത്യേകിച്ചു മൊബൈൽ ഫോൺ കോഴിയില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അവസ്ഥയാണ്. അപ്പോൾ ഈ അതൊക്കെ ഇങ്ങനത്തെ ലാംഗ്വേജിൻ്റെ ഒക്കെ ഇവോൾവ് പ്രതിഫലിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. എനിക്കത് എങ്ങനെയാണ് പ്രതിഫലിക്കുക, എങ്ങനെയാണത് റിഫ്ലക്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള സയൻറ്റിഫിക് ജ്ഞാനം എനിക്കില്ല. പക്ഷേ നമ്മളുടെ ഭക്ഷണ രീതിയും എല്ലാം അതിൽ അപ്പം ഞാൻ പറഞ്ഞ ആ അൽഫാം, ആ ആമസോൺ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യാനല്ലാണ്ട് അതിന് ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലാംഗ്വേജസ് ആഗോള തലത്തിലുള്ള റീസൺസ് ഉണ്ട്. ഈ നമ്മുടെ ഭാഷകൾ മാറാനുള്ള ആഗോള തലത്തിലുള്ള റീസൺ ഉണ്ട്. അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള എന്താ പറയുക ഈ ലോക്കൽ റീസൺസിന് പ്രാദേശികമായ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കേരളത്തിലൊക്കെ മാത്രം മലയാളത്തിനെ മാത്രം അഫക്ട് ചെയ്യുന്ന റീസൺസ് ഉണ്ട്. അപ്പോൾ അതിലെ കൂടെ ഒന്ന് ഓടിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ കിടക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് ഡിക്ഷണറീസ് ബൈ നമ്പർ ഓഫ് വേർഡ്സ് എന്നുകൊണ്ട് വിക്കിപീഡിയ പേജുണ്ട്. വാക്കുകളുടെ എണ്ണപ്രകാരമുള്ള ഭാഷകളുടെ ഡിക്ഷണറികൾ.
ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ മരിച്ച വാക്കുകളുടെ കബരിസ്ഥാനം എന്നാണ് പറഞ്ഞത് സാറ്. മരിച്ച വാക്കുകളുടെ സെമിത്തേരി, എന്താണ് നിങ്ങൾ അവിടെ പറയുന്ന പുനരുദ്ധാന പൂന്തോട്ടം, മരിച്ച വാക്കുകളുടെ പുനരുദ്ധാന പൂന്തോട്ടമാണ് നമ്മൾ സംഭവം. അപ്പൊ ഇത് പുതിയ വസ്ത്രം എടുക്കുന്ന പറയാം. ഞങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഇത് വേറെ വസ്ത്രം അന്വേഷിച്ച് പോകുന്നത്. അപ്പൊ അങ്ങനെ വാക്കുകൾ വരുന്നുണ്ട്. പഴയ വാക്കുകൾ ഒരു പോസ്റ്റ് എന്നുള്ള വാക്ക്, ഉദാഹരണത്തിന് പോസ്റ്റ് എന്നുള്ള വാക്കിന്റെ 20 വർഷം മുമ്പത്തെ അർത്ഥമേ അല്ല. ഇപ്പോൾ ഏറ്റവും വലിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു മാറിപ്പോയി. മറ്റേ ഇലക്ട്രിക് പോസ്റ്റ് എന്നൊക്കെയാണ് നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് വിളിച്ചേച്ച് പറഞ്ഞു ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറഞ്ഞു. എല്ലാം അങ്ങനെ മാറിപ്പോയി. അപ്പോൾ ഈ ഡിക്ഷണറി നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ, ഞാൻ വലിയ അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ആരാധകരാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും അധികം വാക്കുകളുള്ളത് തമിഴിലാണ് ലോകത്തെ ഏറ്റവും അധികം വാക്കുകൾ. ഈ പരം പിടിച്ച വാക്കുകളൊന്നുമല്ല, നാച്ചുറൽ ആയിട്ടുള്ള വാക്കുകൾ. അപ്പോൾ sorkuai.tn.gov.in എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. sorkuai sorkuai.tn.gov.in. അപ്പോൾ ഞാൻ വരുന്നവർ കാണിക്കാമെന്ന് വെച്ചിരുന്നു. ഇപ്പം എനിക്ക് വായിക്കാൻ പറ്റും. sorkuai, ഞാൻ ഇതിൻ്റെ ഇത് PDF അങ്ങനെ ഷെയർ ചെയ്യാം. sorkuai.tn, അതൊരു ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ ഓപ്പൺ നിഘണ്ടുവാണ്. 15 ലക്ഷത്തിലേറെ വാക്കുകളുണ്ട് തമിഴിൻ്റെ കയ്യിൽ. 15 ലക്ഷത്തിലേറെ. ഈ പറഞ്ഞ പോലെ പുളിപ്പുകെട്ട ഒലിപ്പതിവൊന്നുമല്ല, റിയൽ വാക്കുകൾ. രണ്ടാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയ. അപ്പോൾ നമ്മൾ കാണുന്ന പിള്ളേര് കൊറിയയുടെ സിനിമ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഷാലോ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്, സംസ്കാരമാണ് ദക്ഷിണ കൊറിയ. അങ്ങനെ വരുന്നത് 15 ദക്ഷിണ കൊറിയയിൽ 11 ലക്ഷം വാക്കുകളുണ്ട്. ഉർമൽ സാൻ എന്ന് പറഞ്ഞ ഓൺലൈൻ ഡിക്ഷണറിയിൽ ഇതിൻ്റെ കമ്പയറേഷൻ ഉണ്ട്. 3-ാം സ്ഥാനത്താണ് ഇംഗ്ലീഷ്. 8 മുതൽ 10 ലക്ഷം വരെ ആണ് ഇംഗ്ലീഷിൽ വാക്കുകൾ. അപ്പോൾ എനിക്ക് 10 ലക്ഷാമത്തെ വാക്ക് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ദുബായിൽ വെച്ചിട്ട് ഈ നമ്മുടെ 10 ലക്ഷാമത്തെ വാക്കാവാനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു മോശം വാക്കാണ് ജയ്ഹോ എന്ന് പറയുന്ന വാക്ക്. ഈ ബോറ വാക്കായിട്ട് ജയ്ഹോ എന്ന് പറയുന്ന വാക്ക് ഈ 10 ലക്ഷാമത്തെ വാക്കാവാനായിട്ട് മത്സരിച്ചു. ഏതൊരു വാക്കാണ് 10 ലക്ഷാമത്തെ വാക്ക്. അപ്പോൾ പക്ഷേ ഇംഗ്ലീഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 ലക്ഷം വാക്കുകൾ സജീവമാണ്. ഇത് വാക്കുകൾ എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഈ മരിച്ചതായിരിക്കും, ഇവരുടെ ഡിക്ഷണറിയിൽ മാത്രം ഉറങ്ങുന്ന വാക്കുകളായിരിക്കും. പക്ഷെ 2 ലക്ഷം വാക്കുകൾ ഇംഗ്ലീഷിൽ സജീവമാണ്. നമ്മുടെ മലയാളത്തിലെ ഘട്ടത്തിന്റെ എന്താ വെച്ചാൽ 60,000 വാക്കേ ഉള്ളൂ. ആ വാക്ക് വെച്ചാൽ സാർക്ക് എത്ര മനോഹരമായ പാട്ടൊക്കെ എഴുതി. 60,000 വാക്കേ ഉള്ളൂ മലയാളം. അതിൽ തന്നെ എന്താ പറയുക, പര്യായം കുറേ പോകും. കവിത എഴുതാൻ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ സംശയം തോന്നും. വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നമസ്തേ നമസ്കാരം. വെള്ളത്തോളം ഇങ്ങനെ എന്താ പറയുക, വാനത്തിന് നമസ്കരിക്കുന്നത്. മറ്റേ ആദ്യത്തെ ഹൃദയത്തിലാണെങ്കിൽ സൂര്യൻ്റെ ഒരു 2000 പര്യായം തോന്നുന്നു. അങ്ങനെ ഫുൾ പര്യായങ്ങളാണ്. ഭാസ്കരൻ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷണാലിറ്റി കുറഞ്ഞതായിട്ട് തോന്നും. കാരണം പര്യായങ്ങളാണ്. ഞാൻ ഇതിൻ്റെ ഒരു അപ്പുറത്ത് വെച്ച് നോക്കണത് എപ്പോഴും ഇംഗ്ലീഷിലെ നോക്കുന്നത് സിനോണിംസും അല്ല ഹോമോണിംസും ഹോമോഫോൺസും, അതായത് നാനാർത്ഥം നോക്കും. മലയാളത്തിൽ കുറച്ചേ ഉള്ളൂ നാനാർത്ഥങ്ങൾ, വളരെ കുറച്ച്. ഇപ്പോൾ ഒന്നിട്ട് വാക്കുന്നുണ്ട്. ഇപ്പോൾ അടിപൊളി പൊടിച്ചൊലിക്കുന്നൊക്കെ പറഞ്ഞാൽ നാനാർത്ഥം ഉണ്ടെങ്കിൽ വളരെ കുറവാണ് മലയാളത്തിലെ നാനാർത്ഥങ്ങൾ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാനാർത്ഥങ്ങൾ. ഞാൻ ലിസ്റ്റ് ഒരു പാട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ പറഞ്ഞു. അത്രയധികം ഉണ്ട്. ക്രിക്കറ്റ് ആയാലും മാർബിൾ ആയാലും അങ്ങനെ. ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മനോഹരമായ നാനാർത്ഥമുള്ള ഒരു ഭാഷ. ഒരു ബന്ധമില്ല ക്രിക്കറ്റിന്റെ നാനാർത്ഥം. മറ്റേ ആ പുൽച്ചാടി ആയാലും ക്രിക്കറ്റ് കളിക്കുന്നു. മാർബിൾ ആയതുകൊണ്ട് നമ്മുടെ രാശിക്കായ, തൃശ്ശൂരിന്റെ ഗോട്ടി എന്ന് പറയും, നിങ്ങൾ എറണാകുളത്തെ രാശിക്കായ എന്ന് പറയും. പളുങ്ക്, കുടിയേറിയ തൃശ്ശൂർക്കാർ പളുങ്ക് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരുപാട് തെക്കോട്ട് പളുങ്ക് എന്ന് പറയും. അതാണ് ഞങ്ങൾ എറണാകുളത്ത് ഗോലി കളിക്കാൻ പറയും. അപ്പൊ ഞാൻ ഇത് പഴംപൊരിയുടെ പര്യായങ്ങളെ പറ്റുന്ന ഏറ്റവും അധികം മനസ്സിലാക്കി. പഴംപൊരിയുടെ പര്യായങ്ങൾ, പഴംപൊരിക്ക് പല യാദൃശ്യമായിട്ട് പഴംപൊരിയുടെ എത്തിയിട്ടില്ല. പഴംപൊരിയുടെ പര്യായങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ടായിരുന്നു. അതായത് പഴംപൊരിക്ക് ഭയങ്കര പര്യായങ്ങളുണ്ട്. ഞങ്ങൾ എറണാകുളത്തെ പഴംപൊരി എന്ന് പറയും. എൻ്റെ അമ്മയുടെ നാട് കണ്ടാണ് ഗുരുവായൂർ. ഇവിടെ മുക്കിപ്പൊരി എന്ന് പറയും. തൊടുപുഴയിൽ സാറ് ഏത്തക്കാപ്പെന്ന് പറയും. പിന്നെ പല പല പേരുകളുണ്ട്. അതുപോലെ ബോളി, ബോളി പാലക്കാട് ബോളി എന്ന് പറയും. ബോളി, പഴംപൊളി. ബോളി എന്ന് പറഞ്ഞാൽ വേറെ സാധനം, ഓമലറ്റ് കൊല്ലിക്കുന്ന വേറെ സാധനമാണ് ബോളി. അത് ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നം. അതുപോലെ കപ്പളങ്ങയ്ക്ക് ഒരു 100 പര്യായങ്ങളുണ്ട് കേരളത്തിൽ. അപ്പൊ അതിൻ്റെയൊക്കെ പര്യായങ്ങളല്ലേ പഠിക്കേണ്ടത്. ഈ താമരയുടെയും സൂര്യൻ്റെയും എല്ലാം പര്യായങ്ങൾ, ചന്ദ്രൻ്റെയും ആകാശത്തിൻ്റെയൊക്കെ പര്യായങ്ങൾ. അപ്പം പക്ഷെ അതിനൊരു നമ്മൾ കുറേ വായിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു വേറെ രസമുണ്ട്. പല ധാതുവിൽ നിന്നൊക്കെയാണ് ഓരോ വാക്കുകളും ഓരോ പര്യായവും ഓരോ ധാതുവിൽ നിന്നാണ്. ഇപ്പൊ സാഗരം എന്ന് പറഞ്ഞ വാക്കുണ്ടായ കഥ വായിച്ചാൽ അതിരസകരമായ കഥയാണ്.
സഗരൻ എന്ന് പറയുന്ന രാജാവ് മറ്റേ യാഗം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ കുതിര അഴിച്ചുവിടും. കുതിര ആരോ ദേവേന്ദ്രനോ മറ്റോ പിടിച്ചു കെട്ടി എവിടെ ഒളിച്ചു വയ്ക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളെയൊക്കെ ലോകം മുഴുവൻ പറഞ്ഞു വിടും. എല്ലാവർക്കും നിന്ന് മാന്തി നോക്കാൻ പറയും ഭൂമിയുടെ അടിയൊക്കെ. അപ്പൊ ഈ സഗരന്റെ മക്കളും കൊച്ചുമക്കളും കൂടി ലോകത്ത് എല്ലായിടത്തും പോയി മാന്തി നോക്കും. അപ്പൊ എല്ലായിടത്തും കുഴിയാവും. അപ്പൊ ഇത്തിരി ഉണ്ടാകുന്ന കടല് എല്ലാ കുഴിയിലോട്ടും കയറി കിടക്കും. അങ്ങനെ ഈ കടലിന് സഗരന്റെ കൊച്ചുമക്കള് കയറി കിടക്കാൻ കുറെ കുഴികൾ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. കടലിന് സാഗരം എന്ന് പറയുന്ന പര്യായം. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒറിജിനൽ രാമായണം വായിക്കുന്നതാണ്. ഈ ഗരം എന്ന വാക്ക് പോലും വിഷം എന്ന വാക്കിൽ നിന്ന് ഉണ്ടാക്കുന്നത്. സഗരന് പേരുണ്ടായത് വിഷത്തിൽ നിന്നാണ്. കടലിന് സാഗരം ഉണ്ടായത് സഗരയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ വാക്കുകളുടെ നിരുക്തം എറ്റിമോളജി എന്ന് പറയുന്ന സംഭവമൊക്കെ വളരെ രസമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മളുടെ ഈ 2026 വാക്കുകളുടെ ഫംഗ്ഷനാലിറ്റി നോക്കുമ്പോൾ വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നമസ്തേ നമസ്കാരം എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക കാവ്യസുഖം മാത്രം തന്നെ ഒരു സംഭവമായിട്ട് തോന്നിപ്പോകുന്നത്. ഈ വാക്കുകളുടെ ഏറ്റവും വലിയ വാക്കുകൾ ഭാഷകളുടെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ മുന്നിലുള്ളത് അതിന് കാരണമായിട്ട് നമുക്ക് പറയാവുന്നത് ഒന്ന് ഏറ്റവും പ്രധാന സംഭവം ടെക്നോളജി തന്നെയാണ്. ടെക്നോളജിയാണ് ഭാഷകളെ വലിയ രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബലൈസേഷൻ, കുടിയേറ്റങ്ങൾ, തൊഴിൽ മേഖലകൾ, പുതിയ തൊഴിൽ മേഖലകൾ, വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ, ജീവിത രീതി, ഇതൊക്കെ ഭാഷകളിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന റവല്യൂഷൻ എന്ന് വെച്ചാൽ ഭാഷകൾ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം വളരെ സൂണായിട്ട് ഇല്ലാണ്ടായി പോകുന്നു. നമുക്കൊക്കെ അറിയാം. കയ്യെഴുത്ത് എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവാൻ പോകുന്നു. അതാണ് ഏറ്റവും ഭാഷകൾ നേരിടുന്നത്. മലയാളത്തിന്റെ മാത്രമല്ല ലോകത്തെ എല്ലാ ഭാഷകളുടെയും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം കയ്യെഴുത്ത് ഇല്ലാണ്ടാവാൻ പോകുന്ന ഒരു വലിയ സംഭവം. കയ്യെഴുത്തും കത്തെഴുത്തും എഴുത്തും. അപ്പൊ നമ്മുടെ ടീച്ചർക്ക് ഇപ്പൊ എങ്ങനെയാണ് നോവൽ എഴുതുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനൊക്കെയാണ് കയ്യെഴുത്ത് എഴുതും. എനിക്ക് വേണേൽ നമ്മുടെ തന്നെ ഒരുപാട് സീനിയർ റൈറ്റേഴ്സ് ശ്രീരാധാകൃഷ്ണനൊക്കെ പണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ എഴുതുന്ന ആളാണ്. ഞാനൊക്കെ കടലാസിൽ എഴുതി കാലം മറന്നുപോയി. എനിക്ക് ഇനി എഴുതാനും പറ്റുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയ എന്താ എക്സെപ്റ്റൻസ് ഉണ്ടല്ലോ എപ്പോഴും. ഇപ്പൊ കുറച്ചും കൂടി ഇനിയിപ്പോ എന്താ പറയാ, ഇപ്പൊ വിരലുപയോഗിച്ച് കീബോർഡ് പോലും വരാത്ത അടുത്ത ലെവലിലേക്ക് കൂടി കിടക്കാൻ പോകും. പറയുന്ന ഫുൾ നമ്മുടെ ആയിട്ട്. ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അധികം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഞാൻ അധികവും പറഞ്ഞുണ്ടാക്കുന്നതാണ്, പറഞ്ഞ് എഴുതിക്കുന്നത് നമ്മുടെ. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു. പിന്നെ നമ്മുടെ ഈ ഭാഷയുടെ വേറൊരു സംഭവം ചിലപ്പോൾ നമ്മൾ ചെറുശ്ശേരി കൃഷ്ണഗാഥ നമ്മൾ ചെറിയ 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ അതിന്റെ ഖണ്ഡങ്ങളായിട്ട് പഠിച്ച് രാജ്യത്ത് വരുന്നുണ്ട്. ഇപ്പൊ ചെറുശ്ശേരി നിലാവിനെ പറ്റി എവിടെയെല്ലാം എഴുതുന്നു വെച്ചാൽ നമുക്കിപ്പോൾ തപ്പിയെടുക്കാൻ എളുപ്പമല്ല. പക്ഷേ എല്ലാം ഇപ്പൊ നമ്മൾ എയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുശ്ശേരിയുടെ ഈ LLM എന്താ പറയാ ഈ ലാംഗ്വേജ് മോഡൽ ഇത് മുഴുവൻ ചിലപ്പോൾ സ്വായത്തമാക്കി വെച്ചു അവരുടെ കയ്യിലുണ്ടാവും. അപ്പൊ ചെറുശ്ശേരി എവിടെയെല്ലാം നിലാവിനെ പറ്റി പറയുന്നു അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണ എന്ന് എവിടെയെല്ലാം വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വെണ്ണയെ പറ്റി എവിടെയൊക്കെ പരാമർശിക്കുന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ എടുത്ത് തരും. അങ്ങനെ വോയിസ് ടെക്നോളജി, ഓഡിയോകളും പേപ്പറും പേനയും പോകുന്നു. ഇതപ്പോൾ നമ്മുടെ ലാംഗ്വേജ് തന്നെ പ്രകൃതി വിരുദ്ധമായ ഒരു പരിപാടിയായിരുന്നു നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒച്ച മതിയായിരുന്നു ശരിക്കും. ഈ എഴുത്തും പുസ്തകവും നോവലൊക്കെ നമ്മുടെ ഈ ഹരാരിയൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഇതെല്ലാം ഒരു കള്ളത്തട്ടിപ്പാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. നമ്മള് നേരത്തെ ദാശാൻ പറയുന്നത് ഇത് അങ്ങനെ ഒരു ആനയുടെ പോലെ സാധനം വെച്ചിട്ട് ഇത് എന്ന് പറയുന്നു. അപ്പൊ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കള്ളത്തട്ടിപ്പ് പ്രസ്ഥാനമാണ് ഭാഷ എന്നുള്ള ഒരു വലിയ വാദവും കൂടി വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി ഒരു കേരളത്തിലെ കുറച്ച് ആൾക്കാർ ആനയെപ്പോലിരിക്കുന്ന സാധനത്തിനെ വരച്ചിട്ട് പറഞ്ഞു അത് എന്നാണ് ഇതിനർത്ഥം. തമിഴിൽ നിന്ന് കഴിഞ്ഞാൽ ആണല്ലോ, അതിൽ വേറെ എന്തോ ഒരു പടമാണത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ എനിക്ക് വേണം ഭാഷ അതിന്റെ വളരെ അടിസ്ഥാനപരമായ ഫങ്ഷണാലിറ്റി നിലനിൽക്കും. നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലൊക്കെ എടുത്തു പോകും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മാറും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ പ്രകൃതാജ്ഞാനങ്ങൾ ഇല്ലാണ്ടായി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. പ്രകൃതാജ്ഞാനങ്ങൾ വത്സല ടീച്ചറുടെ നെല്ല് പോലത്തെ, അല്ലെങ്കിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന 15ാം നൂറ്റാണ്ട് അതിഗംഭീരമായ മാസ്റ്റർ പീസ് ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന സാധനം പോലെ എല്ലാവരും ഭാഷ വഹിക്കുന്നു. പിന്നെ ടെലിവിഷനൊക്കെ വന്നതോടുകൂടി എല്ലാവരും റീൽസ് ഇടുന്നു. എല്ലാ വീട്ടമ്മമാരും ഭാഷ എടുത്ത് കൈകാര്യം ചെയ്യുന്നു. അതിന്റെ ഉച്ചാരണം നോക്കുന്നില്ല. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പിന്നെ എല്ലാം ഷോർട്ട് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. സ്പോർട്സ് ക്രിക്കറ്റ് ടെസ്റ്റ് ആയിരുന്നു. ക്രിക്കറ്റ് 50 ഓവറും ഇപ്പൊ 20 ഓവറായി. ഉടുപ്പൊക്കെ പിള്ളേരുടെ ഉടുപ്പ് കയറി വന്നിട്ട് നമ്മുടെ അടിവസ്ത്രം പോലത്തിന്റെ അത്രയും മാത്രം നീളമായി. നമ്മുടെ വീഡിയോകളും ഷോർട്ടായി. വലിയ 10 മിനിറ്റ് വീഡിയോ ഒന്നും ആർക്കും കേൾക്കാൻ സൗകര്യമില്ല. എല്ലാം 2 മിനിറ്റിന്റെ പരിപാടി എല്ലാം ഷോർട്ടായി. ഉടുപ്പും ഭാഷയും എക്സ്പ്രഷനും എല്ലാം ഷോർട്ടായി. പിന്നെ എഡിറ്റർമാരിൽ അറിയുന്ന ഒരു സംഭവമുണ്ട് പത്രങ്ങളിലൊക്കെ. ഇപ്പൊ
തൃശ്ശൂർ ജീവിച്ച എറണാകുളത്തുകാരനായ ഞങ്ങളുടെ എറണാകുളത്തുകാരനായ തൃശ്ശൂർ ജീവിച്ച സമീപത്ത് ജീവിച്ച വൈലോപ്പിള്ളിയുടെ എല്ലാ മഹത്തായ കവിതകളും പരാജയപ്പെട്ടു. കവിതകൾ മഹത്തായിട്ട് നിൽക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ മഹത്തായ കവിതകളും പരാജയപ്പെട്ടു. നമ്മുടെ സർപ്പക്കാട്, മലതുരക്കൽ, ജലസേചനം എന്നീ എല്ലാ കവിതകളും പരിസ്ഥിതിവാദത്തിന്റെ കണ്ണിലൂടെ വായിക്കുമ്പോൾ പരാജയപ്പെട്ടു. അതിനേക്കാളും ദയനീയമായി ഞെട്ടലോടെ അദ്ദേഹത്തിന്റെ ഒരു കവിതയെ കാലം തലകീഴാക്കി നിർത്തി. ആസാം പണിക്കാർ എന്ന് പറയുന്ന കവിത, ഇവിടുന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മനൊക്കെ ആസാമിലേക്ക് പോയിരുന്നു, ആസാം മലയിലേക്ക് പണിക്കാരൊക്കെ പോയിരുന്നു. ഇപ്പൊ ആസാം പണിക്കാർ എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ കവിതയെ കാലം തലകീഴാക്കി വെച്ചു. അപ്പൊ ആസാം പണിക്കാർ ഞങ്ങൾക്ക് വൈകുന്നേരം ഇവിടെ എല്ലാ ദിവസവും വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്ന തീവണ്ടി വരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവണ്ടികൾ ഒന്നാണ്. ദിബ്രുഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആസാം, അപ്പർ ആസാമിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് നിങ്ങൾ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളെല്ലാവരും തൃശ്ശൂർ സ്റ്റേഷനിൽ അത് വന്ന് നിൽക്കുന്ന വേർ ഈസ് മൈ ട്രെയിൻ, എവിടെ എൻ്റെ തീവണ്ടി എന്നുള്ള ആപ്പിൽ നോക്കിയിട്ട് വിവേക് എക്സ്പ്രസ് വരുന്ന സമയത്ത് നോക്കിയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തിട്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തൃശ്ശൂർ പോയി നിൽക്കണം. ഈ ട്രെയിനുകൾ വരുമ്പോൾ ഒരു വലിയ ഒരു അസഹനീയമായ ഒരു തരത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു ദുർഗന്ധം ഈ ട്രെയിനിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ഇതിൽ മുഴുവനും ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരിക്കും അധികം. ഇതിലൊന്നും ഷർട്ട് ഉണ്ടാവില്ല ഈ ആൾക്കാർക്ക്. ഇത് തിങ്ങി എനിക്ക് വരും. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിൽ ശ്രദ്ധിച്ചു. ഞാനിത് ജനറൽ ടിക്കറ്റ് എടുത്തു, ഇതിൽ കയറാൻ പറ്റുന്ന മനസ്സിലായപ്പോൾ വേഗം AC കയറി എക്സ്ട്രാ പൈസ കൊടുത്ത് 700 കൊടുത്ത് എറണാകുളത്ത്. അപ്പോൾ ഇത് നമ്മുടെ ലാംഗ്വേജിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമായതാണ് പറഞ്ഞത്. അതായത് ഇതിൻ്റെ വേറെ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ആസാം, ഈ ഉത്തരേന്ത്യക്കാരുടെ കുടിയേറ്റം നമ്മുടെ ലാംഗ്വേജിനെ ഭാവിയിൽ വലുതായിട്ട് മാറ്റിമറിക്കാൻ വലിയ ഭൂരിപക്ഷം ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ഇതിൻ്റെ രസകരമായ ഒരു കഥ ഞാൻ പറയുന്നത് നമ്മുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടതല്ല. ഈ കേരളത്തിലേക്കുള്ള ഇതര സംസ്ഥാനക്കാരുടെ കുടിയേറ്റത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് 90കളുടെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു, തിരുമുൽപ്പാട് എന്ന് പറയുന്ന ഒരാൾ ഒരു കേസ് കൊടുത്തു സുപ്രീം കോടതിയിൽ. ഇന്ത്യയിൽ പ്ലൈവുഡ് വ്യവസായത്തിന് തടിവെട്ട് നിരോധിക്കണം എന്ന് പറയുന്ന ഒരു കേസ് കൊടുത്തു. സുപ്രീം കോടതി ഇത് ഉത്തരവ് പാസാക്കി. ഇന്ത്യയിൽ തടിവെട്ട് നിരോധിച്ചു. ഇന്ത്യയിലെ കാട്ടുതടി പ്ലൈവുഡ് വ്യവസായത്തിലെ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു വിധി മലയാളിയായ ഈ തിരുമുൽപ്പാടിൻ്റെ പരാതിയിന്മേൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. അങ്ങനെ ഇന്ത്യയിലെ പ്ലൈവുഡ് വ്യവസായത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ആസാമിലെ പ്ലൈവുഡ് വ്യവസായം കൊടുത്തു. കാരണം അവർ മുഴുവനും ഈ കാട്ടുതടി വെട്ടിക്കൊണ്ടാണ് ഈ പ്ലൈവുഡ് വ്യവസായം. അപ്പം ചെറിയൊരു പ്ലൈവുഡ് വ്യവസായം പെരുമ്പാവൂരുണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു പുഴ ലോകത്തായതുകൊണ്ട്. അപ്പോൾ കേരളത്തിൽ പക്ഷേ പ്ലൈവുഡ് വ്യവസായം കൂട്ടിയില്ല. കാരണം ഇവിടെ കടുംവിട്ട് കിട്ടുന്ന റബ്ബറിൻ്റെ മരങ്ങൾ ബൾക്കായിട്ട് കിട്ടാനുള്ളതുകൊണ്ട് കേരളത്തിലെ പ്ലൈവുഡ് വ്യവസായം തുടർന്നു. അങ്ങനെ അവിടെ നിന്ന് വൻതോതിൽ സെക്കൻഡ് ഹാൻഡ് മെഷീനറിയും കുറേ പണിക്കാരും ആദ്യ ബാച്ചായിട്ട് പെരുമ്പാവൂരിലേക്ക് വന്നു. അങ്ങനെയാണ് പെരുമ്പാവൂർ കേരളത്തിൻ്റെ അപ്പം നമ്മളാണെങ്കിൽ ഓൾറെഡി വേർപ്പിൻ്റെ അസുഖങ്ങളായതുകൊണ്ട് ഇത് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കാലസന്മാരാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയും. പെട്ടെന്ന് റീസൺ ഉണ്ടാവും എല്ലാത്തിനും. നമ്മുടെ ചരിത്രത്തിലെ എല്ലാ സംഭവങ്ങളും നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ് റീസൺ ഉണ്ടാവും. ഈ കേരളത്തിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ ഇമ്മീഡിയറ്റ് റീസൺ മാത്രമായിരുന്നു ഈ തിരുമുൽപ്പാടിൻ്റെ ഈ ഹർജി. അത് നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നതെങ്കിൽ ശരിക്കും കേരളം ബ്രാഹ്മിൻസ് ഓൺ കൺട്രിയാണ്. പണിയെടുക്കാത്ത ആൾക്കാർ, ശരീരം കൊണ്ട് മേലനങ്ങാത്ത ആൾക്കാരുടെ ഒരു കൺട്രിയാണ് നമ്മൾ കേരളം. അതായത് ബ്രാഹ്മണന്മാരെ ഇവിടെ ആരെങ്കിലും ബ്രാഹ്മണന്മാർക്ക് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ആ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന പൊളിറ്റിക്സിനെ ഞാൻ ഉദ്ദേശിച്ചത്. മേലനങ്ങാത്ത കർണുപോകുമ്പോൾ മാത്രം ഉയർത്തുന്ന ഒരു വലിയ സമൂഹമായതുകൊണ്ട് നമ്മൾ ആ ഒരു അത് നമ്മളുടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന നമ്മുടെ ആ സംസ്കാരം ഒരു പരിധി വരെ പുറകോട്ട് പോയതുകൊണ്ട് നമ്മുടെ ലാംഗ്വേജിനെ അത് വലുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന യാതൊരു സംശയമില്ല. അതൊക്കെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ കാരണം നമ്മുടെ ഒരു വൊക്കേഷൻ, നമ്മുടെ ജോലി, നമ്മൾ അരി മേടിക്കുന്നത് നമ്മുടെ തൊഴിലിൽ നിന്നാണ് നമ്മൾ ഈ ലാംഗ്വേജൊക്കെ ശരിക്കും ഉണ്ടായി വരുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ കുട്ടിക്കാലത്തെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. അത് എല്ലാം ഇല്ലാതായ വാക്കുകളെ പറ്റി പറയുന്നത് കുറേ വാക്കുകൾ അതിൽ ഇല്ലാണ്ടായിപ്പോയി. നമ്മുടെ തെങ്ങ് വാക്കുകളാണ്. എൻ്റെ ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ തെങ്ങുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അച്ഛമ്മയായിരുന്നു അതിൻ്റെ നടത്തുന്നത്. തെങ്ങുകൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ വീരേന്ദ്രൻ സാർ എപ്പോഴും പറയും തെങ്ങും നെല്ലും കൊണ്ട് ജീവിച്ചിരുന്ന മലയാളികൾ എന്ന് എപ്പോഴും വീരേന്ദ്രൻ സാറ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നെല്ലും തെങ്ങും കൊണ്ട് ജീവിച്ചിരുന്ന മലയാളികൾ. നെല്ല് കൃഷി ട്രെയിനിൽ കയറി ആന്ധ്രയിലേക്കൊക്കെ പോയി. ആന്ധ്രയിലേക്കും എല്ലാവർക്കും നെൽകൃഷി ട്രെയിൻ കയറി പോയി. ഇപ്പോൾ തെങ്ങ് കൃഷി കാങ്കയത്തുനിന്നൊക്കെ കിഴക്ക് പിടിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തെങ്ങിൻ്റെ വാക്കുകൾ ഞാൻ സമാഹരിച്ചിരുന്നു. അതെല്ലാം ഓൾമോസ്റ്റ് അതായത് ഒരു വൊക്കേഷൻ, ഒരു ജീവിത രീതിയാണ് നമ്മുടെ തൊഴിലുകളാണ് നമ്മുടെ വാക്കുകൾ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു 100 വാക്കുകൾ അങ്ങനെ നാമാവശേഷമായിട്ടുണ്ട് തെങ്ങും വാക്കുകൾ. ഞാനത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓല, ഈർക്കിലി, ഊക്കില, കുരുത്തോല, മടൽ, കവളം മടൽ, കൊതുമ്പ്, ചൊട്ട എന്ന് വെച്ചാൽ തെങ്ങിന്റെ മുട്ടിന് മാത്രം പറഞ്ഞ മനോഹരമായൊരു പേര്. ചൊട്ട മുതൽ ചുടല വരെ അതിൽ കൊല്ല, ആര്, ചകിരിച്ചോറ്,
കയറ്, റാട്ട്, കുലഞ്ഞിൽ എന്ന് പറഞ്ഞാൽ ഒരു രസമുള്ള വാക്കാണ്. വെള്ളയ്ക്ക, മച്ചിങ്ങ, ഇളനീര്, മുച്ചവട, വാട്ട, കൊപ്ര, കൊത്ത്, പൂള്, പൊങ്ങ്, കള്ള്, ഓലപ്പാമ്പ്, ഓലപ്പന്ത്, തേങ്ങാക്കുറ്റി, മാട്ടം, പൊത, തേങ്ങാപ്പീര, തേങ്ങാപ്പാൽ, വെളിച്ചെണ്ണ, തമ്പാല്, കൊപ്രപ്പിണ്ണാക്ക്, ചിരട്ടത്തൈലം, ചൂല്, കോഞ്ഞാട്ട, കൊരം, തെങ്ങിന്റെ കൊരമുണ്ട് അവിടെ ഇന്നിട്ടാണ് ചെത്തുന്നത്, ഓല മെടഞ്ഞത്, അങ്ങനെ ഒരുപാട്, അങ്ങനെ ഒരു എക്കണോമി, തെങ്ങിന്റെ എക്കണോമിയിൽ നിന്നാണ് അത്രയും വാക്കുകൾ. അപ്പൊ നമ്മുടെ എക്കണോമി മുഴുവൻ ഇപ്പൊ ഐ ടി നമ്മുടെ മക്കളൊക്കെ അധികം പേര് IT-ലൊക്കെയാണ് ജോലി ചെയ്യാൻ പോകുന്നത്. IT-യിൽ എങ്ങനെ മലയാളം വാക്കുകൾ ഉണ്ടാവണം? ഐടിയുടേതായിട്ടുള്ള വാക്കുകൾ ഉണ്ടാവും. സാഹിത്യത്തിന്റെ ഭാഷ ഭാഗ്യം ചെയ്ത ഭാഷ ആയതുകൊണ്ട് ഒരുപാട് പഴയ വാക്കുകളും പഴയ സംജ്ഞകളൊക്കെ അതിലേക്ക് വരുന്നുണ്ട്. വിൻഡോസ് ഉണ്ട്, നമ്മൾ പറഞ്ഞാൽ പോസ്റ്റ് ഉണ്ട്, സർഫിംഗ് ഉണ്ട്, മെയില്, എല്ലാം പഴയ വാക്കുകളാണ്. മെയിൽ എന്ന് പറഞ്ഞാൽ പഴയ വാക്ക് തന്നെയാണ്, അത് അവർക്ക് പുതിയതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പക്ഷേ ഈ പഴയ ഓലയും തേങ്ങാക്കുറ്റി, കൊപ്രപ്പിണ്ണാക്ക്, ചിരട്ട, ചൂല്, കോഞ്ഞാട്ട എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കാര്യം കോഞ്ഞാട്ട എന്നൊക്കെ പറയുമെങ്കിലും അത് വൻതോതിൽ എന്താ പറയാ, ഇംഗ്ലീഷിന്റെ പോസ്റ്റും മെയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ഇപ്പൊ നമ്മളുടെ കേരളത്തിന്റെ വൊക്കേഷൻസ് വളരെ പരിമിതമായ തനത് വൊക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ആയുർവേദം, കേരളത്തിന്റെ ഇന്ത്യൻ ആയുർവേദം ഇന്ത്യയുടെ മൊത്തം ഒരു പൈതൃകമാണെങ്കിലും കേരളത്തിലെ ആയുർവേദ പ്രാക്ടീസിന് വലിയ അഡ്വാൻസ്മെന്റ്സ് ഉണ്ട്. അതുപോലെ കേരളത്തിലെ ആസ്ട്രോളജി, കേരളത്തിലെ ജ്യോതിഷത്തിന് വലിയ തനത് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് കേരളത്തിൽ. അതുപോലെ കേരളത്തിലെ കൃഷി, കേരളത്തിലെ ഒരു നെൽകൃഷിയുടെ കാര്യം ഞാൻ പറഞ്ഞു, റബ്ബർ കൃഷിക്ക് അതുപോലെ റബ്ബറിന്റെ ഒരുപാട് വാക്കുകളുണ്ട്. ഇഞ്ചി കൃഷിക്ക് ഉണ്ട്, മഞ്ഞൾ കൃഷിക്ക് ഉണ്ടാവും. മഞ്ഞളുടെ നിശ എന്ന് പറയുന്ന പര്യായം പോലും ഉണ്ട്. മഞ്ഞൾ രാത്രിയെ വിളവെടുക്കാവൂ എന്നൊരു സംഭവം കൂടിയുണ്ട്. രാത്രിയാണ് മഞ്ഞൾ വിളവെടുക്കുക. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പൊ നിശാ കനകാദി കഷായം എന്ന് പറയുമ്പോൾ നിശ അതിൽ മഞ്ഞളാണ്. അങ്ങനെ കൃഷി, കേരളത്തിന്റെ തൊഴിൽ മേഖലകൾ വളരെ പരിമിതമായിരുന്നത് കൊണ്ട് നമ്മുടെ ഭാഷ അങ്ങനെ സ്റ്റക്കായി തുടങ്ങി കേരളത്തിൽ. പക്ഷെ അന്ന് തന്നെ ഈ എഴുത്തും സാഹിത്യവും ഒക്കെ പരിമിതമല്ല. വാദ്യാരിമണി സാഹിത്യം, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ നമ്മളെല്ലാവരും ഭാഷ കൊണ്ടൊക്കെ ഉപജീവനം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭാഷാ ചർച്ചകളിൽ സംസാരിക്കേണ്ടത് ശരിക്ക് അധ്യാപകരോ എഴുത്തുകാരോ കവികളോ ഒന്നുമല്ല, കൈത്തൊഴിലുകാരാണ്. പക്ഷെ കൈത്തൊഴിലുകാരും കേരളത്തിൽ ഇല്ലാതായി പോയിട്ടാണ് ഇത്ര നേരം കൊണ്ട് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഇവിടെ കയറ്റിയിരുത്തി സംസാരിക്കുന്നത് പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാനെയാണ് ഇവിടെ കയറ്റിയിരുന്നത്. അവരാണ് അതിന്റെ വാക്കുകൾ പറഞ്ഞത്. കാരണം ഇത് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഈ വാക്കുകൾ ഉണ്ടാവും. ഞാൻ അതിന്റെ കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് വരാം. ഞാൻ ഒബ്സർവ് ചെയ്ത വാക്കുകൾ. അതിനു മുമ്പ് നമ്മുടെ ജനസംഖ്യ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ റീപ്ലേസ്മെന്റ് റേഷ്യോ എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു സ്ത്രീ 2.1 കുട്ടികളെ ഉണ്ടാക്കണം റീപ്ലേസ്മെന്റ് വേണമെങ്കിൽ. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അതായത് 10 സ്ത്രീകളുണ്ടെങ്കിൽ 10 സ്ത്രീകൾ ചേർന്ന് 21 കുട്ടികളെ ഉണ്ടാക്കിയിരിക്കണം. അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല. അതായത് മരണനിരക്ക് ജനനിരക്കിനേക്കാളും മുമ്പോട്ട് പോകും, എണ്ണം കുറയും ജനങ്ങളുടെ. ഒരു സ്ത്രീ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ അവർ 2.1 കുട്ടികളെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ ജനസംഖ്യ പിന്നോട്ട് പോകും. അത് ഇന്ത്യയിൽ ഇപ്പോൾ ഈ 2021 ജനന മരണ റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കൊന്നു. 49 ജില്ലകളിൽ ഇന്ത്യയിൽ ജനനങ്ങൾ നടന്നതിനേക്കാൾ മരണങ്ങൾ നടന്നു. അതായത് ഞാനീ പറഞ്ഞ 2.1 നടന്നില്ല. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. 49 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത് കുറഞ്ഞത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞിട്ടില്ല. ഇപ്പൊ കേരളത്തിലാകുമ്പോൾ ആൾക്കാർക്ക് പറയുമ്പോൾ കേരളത്തിലെ വടക്കൻ ജില്ലകൾ എന്നൊക്കെ പറഞ്ഞ് ചാടിക്കാരാനായിട്ട് ഭൂരിപക്ഷ വർഗീയതക്കാർക്ക് ഒരു ആവേശമുണ്ടോ? അങ്ങനെയല്ല. ഈ ഭൂരിപക്ഷ വർഗീയതക്കാരുടെ നോർത്ത് ഇന്ത്യയിലാണ് ഈ ജനസംഖ്യ കൂടി വരുന്നത്. കേരളത്തില് പക്ഷേ തെക്കൻ ജില്ലകളാണ്. കേരളത്തിലെ 6 ജില്ലകളിൽ ഈ 49 ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ജില്ലകളിൽ 6 കേരളത്തിലാണ്. 6 കേരളത്തിലെ തെക്കൻ ജില്ലകളാണ്. കണ്ണടച്ച് പറയാം: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ. തെക്കൻ കേരളത്തിലെ 6 ജില്ലകൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മനോരമയിൽ എൻ്റെ കോളത്തിൽ ഞാൻ എഴുതിയിരുന്നു, നേതാക്കന്മാരിലാവുന്ന തെക്കൻ കേരളം. ഈ തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ 3 പേരും മരത്തന്മാരായിരുന്നു സ്ഥാനാർത്ഥികൾ. ശശി തരൂര് പാലക്കാട്ടുകാരൻ, മറ്റേ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ പാലക്കാട്ടുകാരൻ, പിന്നെ നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ കണ്ണൂർക്കാരൻ. അതായത് സ്വന്തം ആൾക്കാരെ എടുക്കാനില്ല തിരുവനന്തപുരത്തിന്. കുറെ പേരൊക്കെ ഇതുപോലെ ഇങ്ങനെയൊക്കെ വന്നിരിക്കുകയായിരിക്കും കേട്ടോ, തൊഴിലുറക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ മൂന്ന് പ്രധാന മുന്നണികളുടെയും നേതാക്കന്മാർ. അപ്പൊ അതൊരു വലിയ, അപ്പൊ നമ്മളിങ്ങനെ ഒരു മുരട്ടൻ പ്രാദേശികവാദം പറയാൻ പാടില്ലാതാണ്. കാരണം ദേവൻ നായർ പോയി സിംഗപ്പൂർ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മലയാളികൾ അങ്ങനത്തെ പ്രധാനം പറയാൻ പാടില്ല. എങ്കിൽ പോലും ഈ ജനസംഖ്യയുടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത് തമിഴ്നാട് ഈ 49 ജില്ലകളിൽ തമിഴ്നാടില് 37 17
കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ 14 ജില്ലകളിൽ 6 ഇത് നമ്മളുടെ ജനനനിരക്ക് കുറവാണ്. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് വരാൻ പോകുന്ന ഇപ്പോൾ തന്നെ ഓൾറെഡി കേരളത്തിൽ വന്നു കഴിഞ്ഞു, ബ്രാഹ്മിൺ സോൺ കൺട്രി ആയി കഴിഞ്ഞു. ഇത് വൻതോതിൽ വീണ്ടും ഉത്തരേന്ത്യൻ കുടിയേറ്റം വരാൻ പോകുന്ന കേരളത്തിൽ ഇത് ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്ന ശാസ്ത്രീയമായ കാര്യമാണ് ഈ ജനസംഖ്യ കുറയുന്നതുകൊണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ വൻതോതിൽ കുടിയേറ്റം കൂടി ആയപ്പോൾ എന്താ പറയുക, മരത്തിൻ്റെ വളവും ആശാരിയുടെ കേടെന്ന് പറഞ്ഞ പോലെ വീണ്ടും വൻതോതിൽ കുടിയേറ്റത്തിനുള്ള അരങ്ങൊരുങ്ങുകയാണ്. ഇത് നമ്മുടെ ലാംഗ്വേജിന് ഒരു വലിയ വെല്ലുവിളിയായി ചെയ്തു ഉറപ്പായിട്ട്. ഈ ആർഷഭാരതത്തിൽ പോണ കാര്യം പറയുമ്പോൾ എനിക്ക് ഇതുപോലെ വേറെ ഈ നമ്മൾ കുടിയേറ്റങ്ങളെ പറ്റി പറയും. കുടിയേറ്റങ്ങളിൽ കൊളനൈസേഷൻ ഉണ്ട്. കൊളനൈസേഷൻ പറയുമ്പോൾ ആർഷഭാരതത്തിൽ കക്കൂസ് ഉണ്ടാവും എന്നുള്ളൊരു വലിയ സംശയമുണ്ട്. അതുകൊണ്ട് എനിക്ക് ആർഷഭാരതത്തിലേക്ക് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. കാരണം അവിടെ കക്കൂസ് ഉണ്ടോ എന്ന് പരമായ സംശയമുണ്ട്. കാരണം കക്കൂസ് എന്ന വാക്ക് വന്നപ്പോഴാണ്, കക്കൂസ് എന്ന് പറയുന്ന സാധനം വന്നതിന് ശേഷമാണ് കക്കൂസ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. ഡച്ച് വാക്കാണ് കക്കൂസ് എന്ന് പറയുന്നത്. അത് എൻ്റെ അമ്മയുടെ നാട് ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആൾക്കാർ വൈകിട്ട് ഇരുട്ടുവാക്കിംഗ് എന്ന് പറയും. ഇരുട്ടുവാക്കിന് പണ്ടിൽ പോകുന്ന പറയും. ഇപ്പോഴും ഇന്ത്യയിൽ വൻതോതിൽ വെളിയുടെ വിസർജന പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഉത്തരേന്ത്യയിലും ബീഹാറിലൊന്നും ഇത് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. ആൾക്കാർ സന്ധ്യ ആകുമ്പോൾ ചെപ്പോടത്തിൽ വെള്ളം കൊണ്ടാണ് ഇന്ത്യയിൽ. അപ്പൊ ഈ കക്കൂസ് എന്ന ആർഷഭാരതത്തിലെ കക്കൂസ് നമുക്ക് അറിയാം. നമ്മുടെ ഈ പുരാണങ്ങളിലൊന്നും അതിനെപ്പറ്റി മാത്രം സ്പർശിച്ചില്ല. ഇവർ പറയുന്ന വലിയ ഹിന്ദു വർഗീയവാദികൾ പറയുന്ന എല്ലാം ഉണ്ട്. ബോംബുണ്ട്, ആറ്റം ബോംബുണ്ട്, ദശാവതാരം ഉണ്ട്, പാലമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയും. പക്ഷെ ഒരു 2 സാധനമില്ല. എനിക്ക് കക്കൂസിനെ പറ്റിയില്ല. പിന്നെ പുസ്തകം എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പറയുന്നത് ഈ എഴുത്തച്ഛൻ ഭാഷയുടെ പിതാവെന്ന് പറയുമ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയും കൂടി ഉണ്ട് അതിന്റെ ഒപ്പം കസേരയ്ക്ക് എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ വാക്കുകളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ഡിക്ഷണറിയെ കുറിച്ച് പിന്നെ വ്യാകരണമൊക്കെ എഴുതി. അപ്പൊ അതുപോലെയുള്ള കുറെ വാക്കുകളെ പറ്റി പറഞ്ഞു വരാൻ നേരത്ത് ഞാൻ പറഞ്ഞ ക്യാഷ്, നമ്മുടെ വാക്ക് കാശ് എന്നുള്ള ക്യാഷിൽ നിന്ന് വന്നതായിരിക്കും. അതുപോലെ കള്ള് ഷാപ്പ് എന്നുള്ള ഷോപ്പിൽ നിന്ന് വന്നതാണ്. പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അതിഗംഭീരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചാവേർ എന്ന് പറയുന്നത്. അതായത് സായിപ്പ് അത് ഇത്താപ്പൂവിനെ ചന്ദ്രനെയാണ് നമ്മൾ ഓർക്കുന്നത്. നമ്മൾ സായിപ്പ് സൂയിസൈഡ്, ബോംബർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചാവേർ ആക്രമണം എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ ഒരു വാക്കാണ് പൊതിച്ചോറ് എന്ന് പറയുന്നത്. പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ഭംഗിയൊക്കെ പാതയം എന്ന സംസ്കൃതത്തിൽ പറയുന്നത് മലയാളത്തിൽ പറയാം. അതുപോലെ അടുത്ത കാലത്ത് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മൾ എഴുത്തുകാരും ടീച്ചർമാരും പാട്ടെഴുത്തുകാരും അധ്യാപകരും ഞാൻ പോലത്തെ കരയുന്തികളൊന്നുമല്ല വാക്കുകളൊക്കെ. അതായത് മലയാളത്തിൽ അടുത്ത കാലത്ത് വന്ന നല്ല ടേസ്റ്റുള്ളൊരു വാക്കാണ് പാൽക്കപ്പ എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. പാൽക്കപ്പ ഒരു വിഭവത്തിന്റെ പേരാണ്. അപ്പൊ ആ വിഭവം ഉണ്ടാക്കിയ ആളാണ് ആ പേരിടുന്നത്. തേങ്ങാപ്പാലും നല്ലോണം കപ്പ വേവിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് ഉടച്ച നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരമുള്ള സാധനമല്ല, നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ഈ നമ്മുടെ ഹർഷൻ കൂപ്പാർക്കാരൻ എന്ന് പറയുന്ന TV അവതാരങ്ങളോട് ചോദിച്ചു, ഹർഷൻ കൂപ്പാർക്കാരൻ എന്ന് പറയുന്ന ഇടുക്കിക്കാരനോട് ഞാൻ ചോദിച്ചു, ഈ ഇത് ഇടുക്കിയിലെ പഴയൊരു വിഭവമാണെന്ന് കേട്ടല്ലോ, ഈ എന്താ പറയാ ഈ പാൽക്കപ്പ. അപ്പൊ പുള്ളി അമ്മായിമ്മയോട് ചോദിച്ചിട്ട് പറയാമെന്ന്. പുള്ളി നാട്ടിൽ പോയപ്പോൾ അമ്മായിമ്മ കണ്ട് ചോദിച്ചു. കുറെ പേര് ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ ഇത് വളരെ 70 വർഷം പഴക്കമുണ്ട്, 100 വർഷം പഴക്കമുണ്ട്. പക്ഷെ അമ്മായിമ്മയാണ് ഞാൻ ഭാഗത്ത് ഏറ്റവും പ്രായമുള്ള ആള്. അപ്പൊ അമ്മായിമ്മക്ക് ഇത്തിരി കാഴ്ചയും കേൾവിയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ചോദിച്ച് അമ്മായിമ്മ വിളിക്ക് തക്കത്തിനിട്ട് ചോദിച്ചു ഇത് എവിടുന്നാന്ന് വെച്ചാൽ അവർ പറഞ്ഞു അത് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. അതായത് ഇത് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ പാൽക്കപ്പ എന്ന് പറയുന്നത്. 80 വയസ്സായ പുള്ളിയുടെ അമ്മായിമ്മ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഈ പാൽക്കപ്പ ഉണ്ടാക്കുന്നത്. പാൽക്കപ്പ എന്ന വാക്ക് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അതുപോലെ നീര എന്ന് പറയുന്ന ഒരു താരതമ്യേന റിലേറ്റീവ്ലി ഒരു പുതിയ പ്രൊഡക്റ്റാണ്. കള്ളിൽ നിന്നുണ്ടാക്കുന്ന ഡ്രിങ്കബിൾ ആയിട്ടുള്ള ആൽക്കഹോളിക് അല്ലാത്തൊരു ഡ്രിങ്കാണ്. അങ്ങനെ നമ്മുടെ കുട്ടികൾ നമുക്കോ ഇനിയൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കുട്ടികൾ ഇതുപോലെ സാധനങ്ങൾ കൈ ഉപയോഗിച്ചും ബുദ്ധി ഉപയോഗിച്ചും ഉണ്ടാക്കുമ്പോഴാണ് ലോകത്തിന് ഇപ്പം നമുക്ക് മലയാളത്തിന് മാത്രമായിട്ടുള്ള വാക്കുകളില്ല. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ ആയതുകൊണ്ട് ലോകത്തിന് തന്നെയുള്ള വാക്കുകളാണ്. ശുചിമുറി എന്ന് പറയുന്ന വാക്ക് മനോരമയിലെ ഒരു ലേഖനം ഉണ്ടാക്കിയതാണ്. വാഷ്റൂം എന്ന് പറയുന്നത് മലയാളമായിട്ട്. അതുപോലത്തെയുള്ള വാക്കുകൾ ഉണ്ടാക്കാൻ ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാക്കുകളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ പഴയ വാക്കുകൾ നമ്മൾ സ്വാംശീകരിച്ച ഒരുപാട് വാക്കുകളെ പറ്റി പറഞ്ഞു. അതിൽ ശ്രീനാരായണ ഗുരു ശ്ലോകത്തിൽ എഴുതിയ വാക്കുണ്ട്. റെയിലിൻ വേഗം ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ശ്ലോകമുണ്ട്. റോഡ് എന്ന വാക്ക് ശ്രീനാരായണ ഗുരു ശ്ലോകത്തിൽ ഉപയോഗിച്ചു. ഭക്തി അദ്ദേഹത്തിന്റെ സ്തോത്രകൃതികളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വാക്ക്. അതുപോലെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത, നിരോധിച്ച, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ഭാഷ എന്താ പറയുക, ശബ്ദധാരാവലി വായിക്കാൻ തന്നെ വളരെ മോശമാണ്. എൻ്റെ പുതിയൊരു ശബ്ദധാരാവലി ഞാൻ സെക്കൻഡ് ഹാൻഡായിട്ട് വിൽക്കണേ.
67 ഇറങ്ങിയ ഒരു ശബ്ദാരാവലി വാക്യോത്സവം എൻ്റെ കയ്യിൽ ഇരിക്കുന്നു, മനോഹരമായ ശബ്ദാവലി. അതിൽ കാപ്പിരി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കാഫിർ എന്ന് പറയുന്നതിന്റെ മലയാളമാണ്. കാപ്പിരി എന്ന വാക്ക് കാഫിർ എന്നുള്ളതിന്റെ മലയാളമാണ്. ഇപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാർക്ക് വേദനിക്കുമോ എന്ന് അറിയാത്തതുകൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കൊണ്ട് അതിന്റെ ഉടയെടുക്കുക കാസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ മോശമാണ്. അപ്പൊ അതുപോലെ മുല എന്ന വാക്ക് പഴയ ശബ്ദാരാവലിൽ മുല എന്ന് പറയുമ്പോൾ ഉടനെ ബ്രാക്കറ്റിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, മുലയുള്ള പെണ്ണിന് തലയില്ല. ഇപ്പൊ പെണ്ണുങ്ങൾ നമ്മൾ അടിച്ചു വരും, മുലയുള്ള പെണ്ണിന് തലയില്ല, പഴഞ്ചൊല്ലാണ് വേണ്ടത്. അപ്പൊ അതിന് ചരിത്ര പ്രാധാന്യത്തോടെ അതിന് കാണാൻ പറ്റണം. അല്ലാതെ അതിന്റെ പൊളിറ്റിക്സ് നമ്മൾ എല്ലായിടത്തും ഇംപ്ലൈ ചെയ്യാൻ പോയ പണ്ട് വൈദ്യൻ മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ പോയിട്ട് മത്തങ്ങ കഫം ഉണ്ടാക്കും, പിന്നെ വെണ്ടയ്ക്ക തൊണ്ടയ്ക്ക് കേടുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പുള്ളി ചിറ്റമൃതമായിട്ട് വന്നു എന്നാ പറഞ്ഞു തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതുപോലെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് മാത്രം നോക്കി ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷെ കുറച്ച് രസമുള്ള വാക്കുകൾ എനിക്ക് വേണം ഈ നമ്മളെ ഏറ്റെടുത്ത വാക്കുകളെക്കാളും എനിക്ക് ഇഷ്ടമുള്ള കുറേ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈക്കോടതി എന്ന് പറയുന്ന വാക്ക്. ഹൈ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കും കോടതി എന്ന് പറയുന്ന മലയാള വാക്കും കൂടി ചേർന്നിട്ട് സായിപ്പ് ഹൈക്കോർട്ട് എന്ന 2 വാക്ക് പറയുമ്പോൾ ഇത് ഹൈക്കോടതി നമ്മൾ ഒരു വാക്കാക്കി. ന്യൂയോർക്കും ഹോങ്കോങ്ങും നമ്മൾ ഒരു വാക്കായിട്ട് പറഞ്ഞാൽ ന്യൂയോർക്ക് നമുക്ക് ഒരു വാക്കാണ്, സായിപ്പിന് 2 വാക്കാണ്. ഹോങ്കോങ് എന്നുള്ളത് നമ്മൾ ഒരു വാക്കാണ്, നമുക്ക് ഹോങ്കോങ് ഒക്കെ വാക്കാണ്. അതുപോലെ ബോറടി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മലയാള വാക്ക് എന്താണെന്ന് വെച്ചാൽ ബോറടി എന്ന് പറയും. ബോറും അടിയും രണ്ടും ഇംഗ്ലീഷാണ്. കോമഡി ട്രാജഡിയുടെ ഡി ആണ്, ബോറും സായിപ്പിന്റെ വാക്കാണ്. പക്ഷെ ഷേക്സ്പിയർ ബോറടി ഒന്നും എഴുതിയിട്ടില്ല. ഷേക്സ്പിയർ എഴുതിയേക്കുന്നത് ട്രാജഡി ഇൻ 3 acts, കോമഡി ഇൻ 4 acts ഒക്കെയാണ്. അല്ല സായിപ്പിന്റെ അടുത്ത് ബോറടി എന്നൊന്നും വാക്കല്ലേ. ഏതോ ഏറ്റവും ബുദ്ധിമാനായിട്ടൊരു മലയാളി ഉണ്ടാക്കിയ സാധനമാണ് ബോറടി. അപ്പൊ ഞാൻ ബോറടിയെ കാണുന്നത് ഒരു വലിയ ഒരു ഹൈവേ കൂടെ നമ്മൾ പോകണം. അപ്പൊ അത് പെട്രോൾ അടിക്കണം, അത് ട്രാജഡിയാണ്, പൈസ കൊടുക്കേണ്ടി വരും, അത് ട്രാജഡിയാണ്. പിന്നെ നമ്മൾ വലിയ ചായക്കടലൊക്കെ കയറി എന്തെങ്കിലും തിന്ന് ബർഗറൊക്കെ കഴിച്ച് പെപ്സിയൊക്കെ കുടിച്ച് പോകാൻ കോമഡി ആയിട്ട് ചെയ്യാറില്ല. പക്ഷേ ഈ മെയിൻ റോഡ് എന്ന് പറയുന്നത് ശരിക്കും ബോറടിയാണ്. ജീവിതത്തിലെ സ്ഥായിയായ രസം ബോറടിയാണ്. അതൊന്നും കാണാൻ ഷേക്സ്പിയറിന് കരുത്തുണ്ടായില്ല. ഷേക്സ്പിയറൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും നമുക്കറിയാം കോമഡിയും ട്രാജഡിയും ജീവിതത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ശാശ്വതം ഒന്നേ ദുഃഖമല്ല, ശാശ്വതം ഒന്നേ ബോറടി എന്ന് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് വെച്ചാൽ ചൈന, ഇന്ത്യ ഒന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ബോർഡമാണ്, കിങ്ഡം ഓഫ് ബോർഡമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. അപ്പൊ നിങ്ങൾ ഈ പുറത്തേക്ക് ഇറങ്ങി കാണാം, ബേക്കറിയാണ്. കേരളത്തിലെ ഏറ്റവും ഉശിരൻ ബിസിനസ് ബേക്കറിയാണ്. ബേക്കറിയിൽ ഏതെങ്കിലും സാധനം നമുക്ക് ആവശ്യമുള്ളതാണ്. അല്ല, ഇതെല്ലാം ബോറടി മാറ്റാനുള്ള സാധനങ്ങളാണ്. ബോറടി മാറ്റാൻ കടലപ്പൊടിയുടെ വിവിധ രൂപങ്ങൾ, പാലക്കളം, സ്ട്രെസ്സിങ് എല്ലാം നമ്മുടെ വളരെ കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ കടകളിൽ കിട്ടുന്ന സാധനങ്ങൾ എനിക്ക് 10% ഒഴിച്ച് ബാക്കി 90% സാധനങ്ങൾ ബോറടി മാറ്റാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള സാധനമാണ്. അപ്പൊ ആ വാക്ക് വന്ന സ്ഥലവും കൂടിയാണ് ബോറടി. അതുപോലെ കുളിസീൻ, എനിക്ക് ഹൈക്കോടതി കുളിസീൻ എന്നൊക്കെ വിളിച്ച് ഒരു പ്രത്യേക രസം തോന്നുന്നുണ്ട്. കുളിസീൻ എന്ന് പറഞ്ഞാൽ കുളി എന്ന് പറയുന്ന മലയാള വാക്കും സീൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കും കൂടി ചേർത്ത് നമ്മുടെ സിനിമകളിൽ മാത്രമേ ഉള്ളൂ. സാഹിത്യത്തിന്റെ സിനിമകളൊന്നും കുളിസീൻ ആൾക്കൊന്നും ഒരു പുതുമയല്ല. നമ്മുടെ കുളിസീൻ പക്ഷെ കുളിസീൻ വളരെ ഞാനൊക്കെ പക്ഷെ പണ്ട് പൊതുക്കുളങ്ങളിലായിരുന്നു കുളി. അങ്ങനെയാണ് ഈ കുളിസീൻ കാണാനായിട്ട് ആൾക്കാർ കുളിക്കുന്നത്. ആ സീൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണെന്ന് മറന്നു പോകും. അത്രയും മനോഹരമായിട്ട് നമ്മുടെ സംസ്കാരത്തിൽ അത് അലിഞ്ഞു ചേർന്നു. നോട്ട് പുസ്തകം എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വാക്ക്. നോട്ട് എന്നുള്ള ഇംഗ്ലീഷും പുസ്തകവും കൂടി ചേർന്നിട്ട് നമ്മളതിലാക്കി. അതുപോലെ അടുത്ത കാലത്ത് വന്നൊരു ഇതുപോലെ പാൽക്കപ്പ മുഴുവൻ മലയാളമാണെങ്കിൽ അവിൽ മിൽക്ക് എന്ന് പറയുന്ന ഒരു വിഭവം ഇവിടെയൊക്കെ ബോർഡ് വെച്ച് കാണാം. ഞാൻ 1 പ്രാവശ്യം കഴിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര ഹെവിയാണ്. അത് അവിൽ എന്ന് പറയുന്ന മലയാളം വാക്കും, അത് അവിൽ പാൽ എന്ന് പറഞ്ഞാൽ ആ സുഖം കിട്ടില്ല, അവിൽ മിൽക്ക് എന്ന് തന്നെ പറയാം. എന്നിട്ട് അതിങ്ങനെ വന്നെത്തിക്കുന്നു. അതുപോലെ ഇവിടെ സാധാരണ 2 പ്രാവശ്യം പറഞ്ഞ തന്ത വൈബ്, അതും തന്ത എന്ന് പറയുന്ന മലയാള വാക്കും വൈബ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കും. അതുപോലെ അമ്മാവൻ എന്ന് പറയുന്ന മലയാള വാക്കും സിൻഡ്രോം എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കും. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ എന്താ പറയുക, നിങ്ങളെ സംഘടനയൊക്കെ ഉള്ളവരും നമ്മുടെ സർക്കാരൊക്കെ ഇതുപോലെ ഒരുപാട്. അതുപോലെയാണ് ഞാൻ എൻ്റെ വാക്കുണ്ടാക്കി. വ്യതിനിവേശം എന്ന് പറയുന്ന വാക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബെന്നു എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതുപോലെ വണ്ടികളൊക്കെ ഹൈബ്രിഡായി, പെട്രോൾ ഒഴിക്കാം, മറ്റേ ഇലക്ട്രിക് ചാർജ് എന്തെങ്കിലും ഉപയോഗിക്കുന്ന വണ്ടി ഹൈബ്രിഡ് വണ്ടികളായി. അപ്പോൾ നമ്മുടെ വാക്കുകളും ഇതുപോലെ കുറെ ഹൈബ്രിഡാക്കാൻ പറ്റണം. അതിൻ്റെ വലിയ ശക്തമായ സാന്നിധ്യമായിട്ട് ബോറടിയും കുളിസീനും ഹൈക്കോടതിയും അവിടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഇപ്പം ഇംഗ്ലീഷിലെ തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ പാൽക്കപ്പ പോലത്തെ വാക്കുകൾ. അതുപോലെയാണ് ഇംഗ്ലീഷിൽ വാക്മാൻ എന്ന് പറഞ്ഞത് സോണിയുടെ ഒരു ബ്രാൻഡ് നെയിം അനുസരിച്ച് അത് ആ നമ്മൾ മ്യൂസിക് പ്ലെയറിന് നമ്മൾ പറയുന്ന ഒരു ജനറിക് വാക്കായിട്ട് വരുന്നു. അതുപോലെ കെറസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയ്ക്ക് നമ്മൾ
പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ്. അതൊരു ബ്രാൻഡ് നെയിമാണ്. തെർമോക്കോൾ ഒരു ബ്രാൻഡ് നെയിമാണ്. ബാൻഡേഡ് നമ്മൾ മുറിഞ്ഞാൽ ഒട്ടിക്കുന്ന സാധനം ഒരു ബാൻഡേഡ്. അപ്പൊ ഒരു ബാൻഡേഡ് ആയിട്ട് വന്ന സാധനങ്ങൾക്ക് പോലും ജനറിക് വാക്കുകളാക്കാൻ പറ്റുന്നുള്ള ഒരു സംഭവം. പിന്നെ കുട്ടികൃഷ്ണമാരാരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം നിന്ന് അങ്ങോളം എന്ന പുസ്തകത്തിൽ ഈ ഭാഷയുടെ വാക്കുകളുടെ ഉപയോഗത്തിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നം അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. മലയാളം അച്ചടിയിൽ സ്പേസിംഗ് എന്നാണ് കുട്ടികൃഷ്ണമാരാരുടെ എഴുതി. കുട്ടികൃഷ്ണമാരാരുടെ ഹെഡിങ് തന്നെ അദ്ദേഹത്തിന്റെ തലക്കെട്ട് തന്നെ സ്പേസിംഗ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ വാക്കില്ല മലയാളത്തിൽ. അപ്പൊ അന്നത്തെ കാലത്ത് പോലും കുട്ടികൃഷ്ണമാരാർ ഇങ്ങുനിന്ന് അങ്ങോളം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് മലയാളം അച്ചടിയിൽ സ്പേസിംഗ് എന്നാണ്. സ്പേസിംഗ് മലയാളം കുട്ടികൃഷ്ണമാരാരെ എഴുതിയിരിക്കുന്നത് സ്പേസിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് എന്തിന്റെ പുറത്താണ് നമ്മൾ ഈ എന്താ പറയുക ശാസ്ത്ര താലിബാൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് താലിബാനിസമാണ് ഈ ഭാഷയുടെ പേരിൽ കാണിക്കുന്നത് നമ്മൾ അറിയുന്നത്. കുട്ടികൃഷ്ണമാരാര് മലയാളം അച്ചടിയിൽ സ്പേസിംഗ് എന്ന് ഉപയോഗിച്ചാണ് ഹെഡിങ് ആയിട്ട്. മലയാളം അച്ചടി, കാരണം അച്ചടി എന്ന സാഹിത്യത്തിന്റെ ഒരു സംഭവമാണ്. ഞാൻ അവിടെ നിന്നുപോയി എന്നൊരു വാക്കുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ആ വായിക്കേണ്ട ലേഖനമാണ്. നിങ്ങൾ ഈ ലൈബ്രറിയിലൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ അത് തപ്പിപ്പിടിച്ച് വായിക്കേണ്ട നല്ല നല്ല ഗംഭീര പുസ്തകമാണ്. ആ പുസ്തകത്തിൽ തന്നെ അവന് കോപം കൂടി വന്നു അങ്ങനെ ഈ സാറ് പറഞ്ഞ ടോണുകൾ തന്നെ ഇതാണ് ആ സ്പേസിന്റെ വ്യത്യാസം. അത് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം സുഗതകുമാരിയുടെ ആദ്യത്തെ പുസ്തകമായ പുസ്തകത്തിന്റെ പേര് പോയി. അത് ഞാനിപ്പോൾ അതിന്റെ 1ാം പതിപ്പിന്റെ അല്ലല്ല മുത്തുച്ചിപ്പി, കുമാരുടെ ആദ്യത്തെ പുസ്തകം മുത്തുച്ചിപ്പി, അതിന്റെ 1ാം പതിപ്പിന്റെ കോപ്പി എനിക്ക് പഴയ പുസ്തകം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ 200 രൂപ മേടിച്ചു. അതിലെ പഴയ പുസ്തകങ്ങൾ വാട്സപ്പിൽ പഴയ പുസ്തകങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഈ ആഴ്ച എന്റെ പങ്ക്തി അതിനെ പറ്റി എഴുതി. അപ്പൊ ഈ ആദ്യത്തെ കവിത കാളിയാമർദ്ദനാണ് ഈ സുഹൃത്തുമാരുടെ. അപ്പൊ ഈ ആദ്യ അച്ഛന് എന്ന് പറഞ്ഞാണ് അവർ സമർപ്പിച്ചത്. ഒരു ആദ്യത്തെ പുസ്തകം സമർപ്പിച്ചിരിക്കുന്ന ബോധേശ്വരനാണ്. അതിൽ നായ്ക്ക് ഇരട്ടിപ്പുണ്ട് അച്ഛന്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഭാഷയിലെ പ്രശ്നങ്ങൾ കൂടിയുടെ ഞാൻ ഈ നമ്മുടെ ലിപി പരിഷ്കാരം കൂടി ചേർന്ന് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു. നമ്മൾ സ്ക്രിപ്റ്റിനെ കൂടി പറയാതെ ഈ ഭാഷയിലെ വാക്കുകളെ പറ്റി മാത്രം പറഞ്ഞിട്ടുള്ള ആ ചർച്ച ഭയങ്കര എന്താ പറയാ പാർഷ്യലായിപ്പോൾ. നമ്മൾ 1967 ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ് ഈ അധ്യക്ഷതയിലാണ് ശരിക്കും ഈ ഭാഷയുടെ നമ്മുടെ ലിപി പരിഷ്കരണം ആദ്യമായിട്ട് വന്നത്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ പൊതുബോധം ഇതിന്റെ പിതാവായിട്ട് കൊടുത്തിരിക്കുന്നത് NV കൃഷ്ണവാര്യരാണ്. അപ്പോൾ NV കൃഷ്ണവാര്യരാണ് നമ്മുടെ ലിപി പരിഷ്കരണത്തിന്റെ. അപ്പൊ NVയുടെ ലിപി പരിഷ്കരണത്തിന് ഗുണദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അത് ടൈപ്പ് റൈറ്റിങ്ങിനെയും അച്ച് നിരത്തിയിട്ട് ഉള്ള പരിപാടിയുണ്ട്. അപ്പൊ നമ്മുടെ അതിനെപ്പറ്റി പറയുന്ന ഒരു ജോക്ക് എന്താണെന്ന് വെച്ചാൽ ദേശാഭിമാനിയിലെ വിപ്ലവത്തിന്റെ തേഞ്ഞു പോയി. അവരെപ്പോഴും വിപ്ലവം നടിച്ചിട്ട് ദേശാഭിമാനിയിലെ വിപ്ലവം തേഞ്ഞു പോയി. അപ്പൊ ചന്ദ്രികയിലേക്ക് ആളെ വിട്ടു. അപ്പൊ ചന്ദ്രികയിലെ പ്ലായുടെ കെട്ട് ഉപയോഗിക്കാതെ വെച്ചേക്കാം വിപ്ലവത്തിന്. അപ്പൊ അവിടെ നിന്ന് അത് എടുത്തുകൊണ്ടെന്ന് പറഞ്ഞു. അതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ 71 കൃഷ്ണവാര്യരുടെ ലിപി പരിഷ്കരണം നടത്തിയത്. ലിപി പരിഷ്കരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അന്നത്തെ അച്ചടിയെയാണ് ലാക്കാക്കിയത്. അച്ചടിയിൽ കാന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. പണ്ടത്തെ അല്ലാതെ മറ്റേ ഇപ്പുറത്തുള്ള ഒരു കാതിലൊരു കുറുക്ക് പോലെ ഒരു പൂ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാഷാപരിഷ്കരണമായിരുന്നത്. അത് അച്ചടിക്കും അന്നത്തെ ടൈപ്പ് റൈറ്റിങ്ങിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ കമ്പ്യൂട്ടിങ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വൈലോപ്പിള്ളിയുടെ മനോഹരമായ കവിതകളെല്ലാം കാലഹരണപ്പെട്ട് തലകുത്തിപ്പോയി എന്ന് പറഞ്ഞ പോലെ NV കൃഷ്ണവാര്യരുടെ ലിപി പരിഷ്കാരങ്ങളും ആവശ്യമില്ലാതെ വന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ വിൽക്കാന്നൊക്കെ കൂട്ടക്ഷരമൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ചെമ്പും ചേമ്പും പൊടിയും കോടിയും ഒക്കെയുള്ള ഭാഷയാണ് നമ്മുടെ. ചന്ദ്രക്കല പോലും ക്രമേണ രൂപപ്പെട്ടു വന്നത്. ഇപ്പൊ ഗുണ്ടത്തിന്റെ നിഘണ്ടുവില് ചന്ദ്രക്കലയില്ല. ഗുണ്ടത്തിന്റെ നിഘണ്ടുവിൽ അതും എന്ന് പറഞ്ഞു അതും. അപ്പൊ പിന്നെ ഇപ്പൊ അത് പഴയ സാധനം. അപ്പൊ പഴയത് ആണ് ശരിയെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് അതും എന്നുള്ളതാണ് ശരി. കാരണം അതിനുശേഷമാണ് ചന്ദ്രക്കല. അപ്പൊ ഈ ലിപി പരിഷ്കരണം എന്ന് പറയുന്നത് 71 നിലച്ചു ഈ നമ്മുടെ NV കൃഷ്ണവാര്യരുടെ ശേഷം. ഇപ്പൊ പക്ഷെ കമ്പ്യൂട്ടിങ്ങിനെ നമുക്ക് കുറെ പരിഷ്കരിച്ചെങ്കിലും ലിപി പരിഷ്കരണം കൂടി ഇതിന്റെ കൂടെ വരുത്താനുള്ള ഒരു വലിയ നമ്മൾ ഈ ഗവൺമെന്റിനെയൊക്കെ സമ്മർദ്ദം ചെലുത്തി ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെയും മാതൃഭൂമിയുടെയും എന്തിനും മറുനാടൻ ഷാജൻ വരെ ഉൾപ്പെട്ട ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കാരണം മാസ് കമ്മ്യൂണിക്കേഷൻ ഇതിന് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എങ്ങനെ ലിപി പരിഷ്കരണവും അപ്പൊ ഈ 26 അക്ഷരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ അറബികള് മുതിർ ഒരു ബലം പ്രയോഗിക്കാതെ അവരുടെ ഭാഷകളെ വാക്കുകൾ ഉപയോഗിക്കുന്നു. അറബി ഭാഷയിൽ 26 അക്ഷരമുള്ളൂ, ഇംഗ്ലീഷിൽ 26 അക്ഷരം. ഇംഗ്ലീഷിലെ ഇത്രയധികം വാക്കുകളും നാനാർത്ഥങ്ങളും ഉണ്ട്. നമ്മൾ ഈ 200ഓളം ക്യാരക്ടർ നമ്മുടെ ഭാഷയ്ക്ക് 10,000 വാക്കുകൾ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ
പിന്നെ ഫൊണറ്റിക്സിന്റെ കാര്യത്തിൽ പക്ഷേ ഇംഗ്ലീഷ് വീക്കാണ്. കാരണം ഒരു ഫൊണറ്റിക്കൽ സാധനം അതിന്റെ കൂടെ കൊടുക്കേണ്ടി വരും. അത് കാരണം അത് എഴുതുന്ന പോലെയല്ല മിക്കവാറും സമയത്ത് ഉച്ചരിക്കുന്നത്. നമ്മളുടെ ഇന്ത്യൻ ഭാഷകൾക്ക് അങ്ങനെ ഒരു ഫൊണറ്റിക്കൽ ഒരു സഹായത്തിന്റെ ആവശ്യമില്ല നമ്മുടെ ഭാഷകളുടെ. പക്ഷെ നമ്മുടെ ഭാഷകളുടെ പ്രവൃത്തികളില്ല, ഭാഷയുടെ ഉള്ളിൽ പ്രവൃത്തി നടക്കുന്നില്ല. ഈ സാഹിത്യം പോലത്തെ എല്ലാ കുലത്തൊഴിലുകാരും എഴുത്തിലേക്കും വായനയിലേക്കും വരുന്ന സമൂഹമായതുകൊണ്ട് ആ കുലത്തൊഴിലുകളിൽ നിന്നുണ്ടാവുന്ന കുലത്തൊഴിലുകൾ നടത്തിക്കൊണ്ട് പോകണം നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രൊഡക്ഷൻ, നമ്മുടെ ജീവിതത്തിലെ ഇപ്പം പറഞ്ഞ പാൽക്കപ്പയോ അല്ലെങ്കിൽ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ക്രിയേറ്റിവിറ്റി ഇല്ലാതെ നമ്മുടെ ഭാഷയുടെ ലോങ് ടൈമിൽ ഒരു പ്രശ്നം വരുന്നുള്ളൊരു സംഭവം. പിന്നെ ഇപ്പോൾ ചില്ലക്ഷരം എന്താ പറയുക, ചില്ലക്ഷരം കഴിഞ്ഞാൽ ഇരട്ടിപ്പ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ദേശാഭിമാനിയിൽ പാർട്ടി തകർത്തു എന്നാണ് പറഞ്ഞത്. പാർട്ടി എന്നാണ് ദേശാഭിമാനിയിൽ തകർത്തു. അങ്ങനെ അത്ര ചില സമയങ്ങളിൽ ഉപയോഗിക്കാനും ചില സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കാനുള്ള ഇരട്ടിപ്പിന്റെ ഒരു സംഭവം അതിലൂടെ പഠനേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വേണുഗോപാല പണിക്കർ സാറൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ ദുഃഖത്തിന് വിസർഗം, ദുഃഖത്തിലെ വിസർഗം. ദുഃഖം എന്ന് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് ശ്രീബുദ്ധനാണ്. ദുഃഖം എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചത്. പാലി ഭാഷയിൽ ശ്രീബുദ്ധൻ ഇത് എഴുതിയ പാലി ഭാഷയിൽ വിസർഗമില്ല. ശ്രീബുദ്ധൻ ദുഃഖം എന്ന് എഴുതുന്ന മുഴുവനും വിസർഗമില്ലാതെ. നമ്മൾ ശ്രീബുദ്ധനേക്കാൾ വലിയ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ദൂ കഴിഞ്ഞിട്ട് വിസർഗം ഇടുന്നു. പിള്ളേരൊക്കെ ഭയങ്കര പുച്ഛിക്കാണ് തെറ്റൊക്കെ വരുമ്പോൾ. അത് എങ്ങനെ കാലത്തിനനുസരിച്ച് ലളിതവൽക്കരിക്കാനും എന്താ പറയുക അത് ജനകീയമാക്കാനുള്ള ഒരു വലിയ സംഭവം അത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് ഈ നമ്മുടെ വാക്കുകളുടെ അത് ഉച്ചരിച്ച് ശരിയാക്കി എടുക്കണം എന്നാണ് പറയുന്നത്. ഉച്ചരിച്ച് ശരിയാക്കി എടുക്കണം. നമ്മള് എന്താ പറയാ ഭാഗം എഴുതിയിട്ട് വായിക്കുന്നത് വേറെ രീതിയിലാണല്ലോ തെറ്റായിട്ട് തെറ്റ് പിടിക്കുന്നു വാക്കാറ്. അപ്പൊ അതുപോലെ ഇതുപോലെ തെറിവാക്കുകളെ പറ്റി പറയാതെ നമുക്കിത് ചർച്ച അവസാനിപ്പിക്കാൻ പറ്റില്ല. useware.com എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ യൂസ്വെയർ, അതായത് നമ്മൾ സത്യപ്രതിജ്ഞ എന്നുള്ളതിന് ഈക്വലാണ് തെറിവാക്ക് ഇംഗ്ലീഷിൽ. സ്വെയർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ തെറിവാക്ക് എന്ന് പറഞ്ഞു. സ്വെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തെടുക്കുക. പക്ഷെ സ്വെയർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ തെറിവാക്കെന്ന് പറയുന്നത്. useware.com എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മിക്കവാറും എല്ലാ തെറിവാക്കുകളും ഒരു രസകരമായ ശേഖരമുണ്ട്. അത് ഏതൊക്കെ ക്വാലിയൻ ഡയലക്റ്റ്, പസ്തു, പിന്നെ സംസ്കൃതം, ഹിന്ദി, മലയാളം, തമിഴ്, എല്ലാ തെറികളുണ്ട്. അതുപോലെ ഒരു വിക്കി സോഴ്സ് പേജും ഉണ്ട്. അതുപോലെ അപ്രത്യക്ഷമാകുന്ന വാക്കുകൾ, അതിനെപ്പറ്റി നമ്മൾ അധികം കുറച്ച് തെങ്ങിനൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റിനെ പറ്റി കൂടി പറഞ്ഞുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്നു. അതിലിപ്പോൾ ഒരു ശശി എന്ന് പറയുന്ന ഒരാൾ, കരുനാഗപ്പള്ളിക്കാരനായ ശശി എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലി പരിചയമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഹൈദരാബാദിൽ നിന്നൊരു പോസ്റ്റ് ഇട്ടു. അതായത് 3 പൈസയുടെ പഴയ 3 പൈസ തുട്ട് ഓർമ്മ ഉണ്ടാവും. ആ പഴയ 3 തഴ എന്ന് പറയുന്ന നെയ്ത്തിൽ ഉപയോഗിക്കുന്ന ഈ സാധനം, കൈതയുടെ തഴ, അത് 3 പൈസ തുട്ടിന്റെ വലിപ്പത്തിലാണ് ഇങ്ങനെ കണക്ട് ആക്കി വെച്ചിരുന്നത്, ശേഖരിച്ചു വെച്ചിരുന്നത്. അതിനൊരു പേരുണ്ട്, അത് മറന്നുപോയെന്ന് വെച്ചിട്ട് പുള്ളി ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ചെയ്തത് ഈ ഫേസ്ബുക്കിൽ. ആ ടീച്ചറൊക്കെ കണ്ടു കാണാം, നിങ്ങളുടെ അവിടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ 3 പൈസ തുട്ടിന്റെ അത്രയും വശങ്ങളുള്ള ആ സാധനത്തിന്റെ പേര്, അതിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം അറിയാതെ എഴുതി കഴിഞ്ഞപ്പോൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയ വാക്കുകളൊന്നും. പൊളിയുടെ ഉൾവശം പുറത്തു നിന്നെങ്കിൽ തഴ ചുരുട്ടി കെട്ടി വയ്ക്കും. ചുരുട്ടി കെട്ടി കഴിയുമ്പോൾ അതിന് അക്കാലത്തെ 3 പൈസ നാണയത്തിന്റെ രൂപം വരും, വലിയ 3 പൈസയുടെ വലിയ രൂപം. ഈ കെട്ടുകളെല്ലാം അടുപ്പിന് മുകളിലെ പരണത്ത് സുരക്ഷിതമാക്കി പോയി. പരണം അപ്പോൾ ഒരു പഴയ വാക്കാണ് പരണം. അടുപ്പിന്റെ മുകളിൽ വശത്തെ ഞങ്ങൾ എറണാകുളത്തെ പറന്നാണ് പറം അട്ടെന്ന് പറയും. അതുപോലെ ഈ പുക ഉണങ്ങി കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് തൂമിക്കും എന്നാണ് പുള്ളി എഴുതുന്നത്. തൂമിക്കുക എന്ന് വെച്ചാൽ സ്പ്രിംഗ്ലിംഗ് ഓർ സ്പ്രേയിങ് വാട്ടർ എന്നാണ് പറയുന്നത്. പുകച്ചതിന് ശേഷമാണ് തൂമിക്കുന്നത്. അതുപോലെ പൊടികൾ കേടായി തുളവീണ പായകൾ റിപ്പയർ ചെയ്യുന്നതിന് ഒരു വാക്കുണ്ടായിരുന്നു, കൊല്ലുക. പായകൾ റിപ്പയർ ചെയ്യുന്നതിന് ഒരു വാക്ക് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു വാക്കായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഒരു തൊഴിൽ പ്രക്രിയ ഇല്ലാണ്ടാവുമ്പോൾ 100 വാക്ക് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മുടെ പരമ്പരാഗത കൂട്ടത്തിൽ നിന്ന്. ഒരു
തൊഴിൽ ഇല്ലാതാകുമ്പോൾ 100 വാക്കുകൾ ഉണ്ടാവും. തെങ്ങിന്റെ ചുറ്റിപ്പറ്റിയ ഒരു എക്കണോമി ഇല്ലാണ്ടാവുമ്പോൾ നിങ്ങളുടെ മക്കൾ മുഴുവൻ IT പഠിക്കുമ്പോൾ തെങ്ങിനെ പറ്റിയുള്ള ഓരോ വാക്കുകളും മരിച്ചു. നമ്മുടെ ജനറേഷൻ മരിച്ചു കഴിയുമ്പോൾ തെങ്ങിന്റെ ആ ഒരു 10ഓളം വാക്കുകൾ മരിച്ചു, ഉപയോഗത്തിലില്ലാണ്ട് മരിച്ചു. വേറെ ഡിക്ഷണറിയിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനത്തെ 2 ഡിക്ഷണറികൾ കൊണ്ടുവന്നതിനെ പരിചയപ്പെടുത്താനായിട്ട്. ഒന്ന് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാടിൽ കുട്ടികൾ കളക്ട് ചെയ്ത ഡിക്ഷണറിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ഡിക്ഷണറിയാണ്. ഇതിന്റെ എഡിറ്റർ അംബികാസുധൻ മാങ്ങാടായിരുന്നു, നോവലിസ്റ്റ്. പൊഞ്ഞാർ എന്നാണ് ഡിക്ഷണറിയുടെ പേര്. പൊഞ്ഞാർ എന്ന് പറഞ്ഞാൽ വടക്കേ മലബാറിൽ ഹോം സിക്നെസ്സിന് പറയുന്ന വാക്കാണ് പൊഞ്ഞാർ. ഞാനപ്പോൾ വീട്ടുനോവ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു മലയാളം ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടുനോവ്. പക്ഷേ പൊഞ്ഞാർ എന്ന മനോഹരമായൊരു വാക്കാണ്. നല്ല ഡിക്ഷണറിയാണ് വടക്കൻ മലബാറിലെ. അപ്പോൾ തൃശ്ശൂരിലേക്ക് കുടിയേറിയ ചെക്കൻ മലയാളികളൊക്കെ കൂടി ചേർന്ന് തൃശ്ശൂരിൻ്റെ ഡിക്ഷണറി ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാനും കൂടി ഈ ഒരു നമ്മുടെ പാഠത്തിന്റെ അവസാനം എന്താ പറയുക, പ്രവൃത്തി വഹിച്ചുണ്ടല്ലോ, എക്സർസൈസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിന്റെ എക്സർസൈസ് ആയിട്ട് എടുത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് തൃശ്ശൂരിന്റെ ഒരു ഡിക്ഷണറി, ഇതുപോലെ കുഞ്ഞ് ഡിക്ഷണറി. ഇപ്പൊ ഗഡി എന്നൊക്കെ പറഞ്ഞു, ഗഡിയൊക്കെ ശരിക്കും തൃശ്ശൂരിന്റെ അതുപോലെ ഇത് തിരുവനന്തപുരത്തെ ലത്തിൻകാര് D. അനിൽകുമാർ എന്ന് പറയുന്ന കവി ഉണ്ടാക്കിയ ഡിക്ഷണറിയാണ്. കടപ്പുറ ഭാഷ എന്നാണ് ഡിക്ഷണറിയുടെ പേര്. കടപ്പുറ ഭാഷ എന്ന് വായിക്കണം. കടപ്പുറ ഭാഷ പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള തീരദേശത്തെ സംസാര ഭാഷയുടെ ഡിക്ഷണറി. ഭയങ്കര രസമാണ്. അപ്പൊ നിങ്ങൾ കുറെയൊക്കെ നമ്മുടെ ആ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അതിന്റെ ലൈഫുണ്ട്, പക്ഷെ വാക്കുകളില്ല. കടപ്പുറ ഭാഷ. പിന്നെ ഈ നമ്മുടെ പത്രങ്ങൾക്കൊക്കെ സ്റ്റൈൽ ബുക്കുകളുണ്ട്, മാതൃഭൂമിക്കൊക്കെ സ്റ്റൈൽ ബുക്കുണ്ട്, മനോരമയ്ക്കുണ്ട്. പക്ഷേ ഇപ്പൊ ഈ നമ്മുടെ മീഡിയ അക്കാദമി ഈടായിട്ട് ഒരു സംയുക്ത, ഒരു ജനറൽ കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ബുക്ക് ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ അത് അതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഇപ്പൊ തന്നെ വെളിച്ചെണ്ണ, ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങിൻ വാക്കുകൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു വാക്കാണ് വെളിച്ചെണ്ണ. അതിന് മാത്രം ഇതായിട്ടൊന്നും ബന്ധമില്ല. വെളിച്ചത്തിൽ വന്ന വാക്കാണ്. എങ്ങനെയാണ് അതിന്റെ നിരുത്തം എനിക്കിപ്പോഴും ഇതുവരെ മനസ്സിലായിട്ടില്ല. വെളിച്ചത്തിനാണ് പണ്ട് വിളക്ക് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നതാണോ എന്തായാലും അറിയില്ല. പക്ഷേ ഞാൻ പിൽക്കാലത്ത് വായിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ബുക്കുണ്ട് ഈ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിച്ചത് നമ്മുടെ പാരഷൂട്ട് വെളിച്ചെണ്ണയുടെ സ്ഥാപകനുണ്ട്, ഹർഷ് മാരിവാല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ പാരഷൂട്ട് വെളിച്ചെണ്ണയുടെ സ്ഥാപകൻ ആ നീലക്കുപ്പിയില്. അപ്പൊ അത് ഗുജറാത്തിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആത്മകഥ. എങ്ങനെയാണ് ഈ പാരഷൂട്ട് ബ്രാൻഡ് ഉണ്ടാക്കി ഈ മലയാളികളെ വെളിച്ചെണ്ണ വിറ്റ് അയാൾ ഓടിച്ചെണ്ണ ആയെന്നുള്ളത്. അതിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് ഹർഷ് റിയാലിറ്റീസ് എന്നാണ് ഈ ഹർഷ് ഗോയങ്കയുടെ, ഹർഷ് മാരിവാലയുടെ ആത്മകഥയുടെ പേര്. അപ്പൊ ആ മാരിവാല എന്ന് പറഞ്ഞാൽ, മാരി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഗുജറാത്തിയിൽ കുരുമുളക് എന്നാണ്. അപ്പൊ ഹർഷ് മാരിവാല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബ പേര് തന്നെ കുരുമുളക് കച്ചവടക്കാരൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മാരി വാല, മാരി എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. മാരിവാല എന്ന നമ്മുടെ സ്വന്തം, നമുക്ക് അങ്ങനത്തെ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു ജാതിപ്പേരും ഒരു വീട്ടുപേരും ഒരു വാൽപ്പേരും ഇതുപോലത്തെ നമ്മുടെ മലയാളത്തിൽ അവിടെ ഇതുപോലത്തെ ഈ നോർത്ത് ഇന്ത്യയിലെ പോലെ സ്ക്രൂവാല ഉണ്ട്. ബേജൻ ദാരുവാല എന്ന് പറഞ്ഞ കള്ളക്കച്ചവടക്കാരനല്ല, ഉഗ്രം കവിയാണ് ബേജൻ ദാരുവാല. ദാരുവാല നല്ല കവിയും നല്ല ജോത്സ്യനുമായിരുന്നു. ഈ സൺഡേ ടൈംസിൽ അദ്ദേഹമാണ് ഡിഗ്രി കോളേജ് എഴുതുന്നത്. പിന്നെ സ്ക്രൂവാല, റോണി സ്ക്രൂവാല എന്ന് പറഞ്ഞ വലിയ സിനിമ പ്രൊഡ്യൂസറാണ് റോണി സ്ക്രൂവാല. ഇപ്പൊ തമിഴില് ഇപ്പൊ കോമയ്ക്കൊക്കെ കാർപ്പുള്ളി എന്നൊക്കെ പറയുന്നു. പിന്നെ ഇതാണ് വാക്കുകളെ പറ്റി പൊതുവിലായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഇന്ററാക്ഷൻ പോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഒരു ടേക്ക് ഹോം ആയിട്ട് പറയാനുള്ളത്, ഒന്ന്, നമ്മൾ ഇതുപോലെ പ്രാദേശികമായ ഡിക്ഷണറികൾ ഉണ്ടാക്കുക. 2, ഈ സങ്കര വാക്കുകളുടെ സാധ്യതകൾ പരിശോധിക്കുക. ഹൈക്കോടതി പോലുള്ള, കുളിസീൻ പോലുള്ള, ബോർഡി പോലുള്ള റെസിഡൻ ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. ബോർഡി എന്നൊക്കെ നമ്മൾ വളരെ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള സാധ്യതകൾ ഉപയോഗിക്കുക. അതുപോലെ കുട്ടികളുടെ വാക്കുകൾ നമ്മൾ നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് ചേർക്കുക. ഇപ്പം നാനാർത്ഥങ്ങൾ ഉണ്ടാക്കുകയാണ്. കുക്കി എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രയോഗിച്ചില്ലെങ്കിൽ പോലും നമ്മളുടെ വിശിഷ്ട ഗ്രന്ഥങ്ങളിലേക്ക്, അതിൻ്റെ നമ്മുടെ ഡിക്ഷണറികളിലേക്ക്, നമ്മുടെ ശബ്ദാവലിയിലേക്കൊക്കെ ഒരു വശത്തിൽ കൂടെ നിങ്ങൾ ശബ്ദാവലിയുടെ ഉടയെടുക്കുമ്പോൾ മറ്റു വശത്ത് നിങ്ങൾ ഇത്ര വാക്കുകൾ ചേർക്കാനുള്ള ഒരു വലിയ ശ്രമം ഉണ്ടാക്കുക. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇത്ര നേരം കേട്ടതിന് എല്ലാവരോടും നന്ദി.